വിപ്ലവകരമായ മാറ്റത്തിലേക്ക് കാർഷിക മേഖലയെ കൊണ്ടുവന്നെത്തിക്കുവാനും സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക രാജ്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ വലിപ്പം പോലും ഇല്ലാത്ത ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രമാണ്. ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഉപയോഗിക്കുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡുകളല്ല, മറിച്ച് ടെക്നോളജിക്കൽ മെത്തേഡുകളാണ്. ആ ഒരു ടെക്നോളജിക്കൽ മെത്തേഡിനെ ഇന്ത്യയിലെ 365 ദിവസവും കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തുവാൻ വേണ്ടി സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് ട്രഡീഷനിൽ നിന്ന് മാറി ടെക്നോളജിയിലേക്ക് മാറ്റം വരുത്തുമ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സാധിക്കും എന്നുള്ളതിന്റെ ഉദാത്തമായ ഉദാഹരണമാണ് നെറ്റ്സർഫ് എന്ന കമ്പനി. 2000-ൽ 22 വയസ്സുള്ള സുജിത് ജെയിൻ സാർ ആരംഭിച്ച ഒരു കമ്പനിയാണ് നെറ്റ്സർഫ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിന്ന് പടർന്ന് പന്തലിച്ച് ഇന്ത്യയിൽ തന്നെ 24-ലധികം സംസ്ഥാനങ്ങളിൽ ഓർഗാനിക് ഫാമിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ എന്ന രീതിയിലേക്ക് മാറ്റം വരുത്തുവാൻ വേണ്ടി സാധിച്ചിരിക്കുക. നമുക്കറിയാം, നാം എല്ലാം ഇന്ന് ടെക്നോളജിക്കൽ യുഗത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ഒരു 3 പിക്ചർ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ഇതിലൊക്കെ കണ്ടതായിരിക്കും. എങ്കിലും ഞാൻ ഒരു 3 പിക്ചർ നിങ്ങളുടെ മുന്നിലേക്ക് ഇടുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഇത് ഒന്നാമത്തെ ഒരു അംബാസഡർ കാറാണ്, രണ്ടാമത്തെ നോക്കിയ എന്നൊരു ഫോണാണ്, മൂന്നാമത്തെ കൊഡാക്ക് എന്ന് പറയുന്ന ക്യാമറയാണ്. ഈ 3 ഉൽപ്പന്നങ്ങളും ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ നിന്നും മാർക്കറ്റിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അപ്രത്യക്ഷമായത്? കാലത്തിനനുസരിച്ച് മാറുവാൻ വേണ്ടി, ടെക്നോളജിക്ക് അനുസരിച്ച് മാറുവാൻ വേണ്ടി അവർ തയ്യാറാവാതിരുന്നത് കൊണ്ടാണ് അവര് മാർക്കറ്റിൽ നിന്നും മാറിപ്പോകുവാൻ വേണ്ടിയുള്ള സാധ്യത വഴിയൊരുക്കിയത്. നമുക്കറിയാം, ലോകത്തിലെ 80% അധികം ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു മൊബൈൽ ആയിരുന്നു നോക്കിയ. അംബാസഡർ എന്ന് പറയുന്ന ഒരു കമ്പനിയെ 2013-ൽ അവസാനിപ്പിച്ചു. കൊഡാക്ക് എന്ന് പറയുന്ന ലോകത്തിൽ നമ്പർ 1 ക്യാമറയിൽ നിന്നും ഇന്ന് നമ്പർ 10-മതായി മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ കിട്ടിയ അവസരങ്ങളെ ടെക്നോളജിക്കനുസരിച്ച്, കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തുവാൻ വേണ്ടി അവർ തയ്യാറാവാത്തത് കൊണ്ടാണ്. ആ കാർഷിക മേഖലയും ടെക്നോളജിയിലേക്ക് മാറ്റം വരുത്തുവാൻ വേണ്ടി നമ്മൾ തയ്യാറാവാത്തതിന്റെ പരിണിത ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന കാർഷിക മേഖല മടുപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അതിനെയൊക്കെ മാറ്റം വരുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കുവാൻ വേണ്ടി പോകുന്നത്. ആ കമ്പനിയെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. അജയ് ബയോടെക് എന്ന് പറയുന്ന 1990-കളിൽ ഇന്ത്യയിൽ സ്ഥാപിതമായ ഓർഗാനിക് ഫാമിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്ന കമ്പനിയുടെ ഹിമാചൽ പ്രദേശിലും സിക്കിമിലും പൂനെയിലുമുള്ള മാനുഫാക്ചറിംഗ് യൂണിറ്റുകളിൽ നിന്നാണ് ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത്. നെറ്റ്സർഫ് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്പനി. നെറ്റ്സർഫ് റിസർച്ച് ലാബ്, അതിപ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നെറ്റ്സർഫ് റിസർച്ച് ലാബ് എന്ന് പറയുന്നത്. എന്താണ്? നമുക്ക് ഓരോ ഉൽപ്പന്നങ്ങളും നെറ്റ്സർഫ് റിസർച്ച് ലാബിലൂടെ പരിശോധിച്ചതിന് ശേഷമാണ് ഓരോ കർഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ 100% റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഗ്യാരണ്ടീഡ് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങൾ. കർഷകർക്ക് 100% ഗ്യാരണ്ടിയിൽ നമുക്ക് കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്നു. അടുത്ത ഒരു കമ്പനിയാണ് മൈലാബ് എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, കൊറോണ വന്നപ്പോ കൊറോണ കിറ്റ് ചൈനയിൽ നിന്ന് വന്നപ്പോൾ 7000 രൂപയിലധികം ഉണ്ടായിരുന്ന കൊറോണ കിറ്റിനെ 500 രൂപയിലേക്കും 250 രൂപയുടെ സെൽഫ് ടെസ്റ്റിംഗ് കിറ്റിലേക്കും ഒരു സാധാരണക്കാരനെ എത്തിപ്പിടിക്കുവാൻ വേണ്ടി നിൽക്കുന്ന രീതിയിൽ മാനുഫാക്ചർ ചെയ്ത് ഗവൺമെന്റിനെ, ഇന്ത്യയിലെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്ത ഏഷ്യയിലെ നമ്പർ 1 ലാബാണ് മൈലാബ് എന്ന് പറയുന്നത്. ആ ലാബ് നമ്മുടെ നെറ്റ്സർഫിന്റെ അസോസിയേറ്റ് സ്ഥാപനമാണ്. വൂഹു എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ഗ്രിൻ എന്ന് പറയുന്ന വെർട്ടിക്കൽ ഗാർഡനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്പനിയുണ്ട്. നെറ്റ്സർഫ് ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ടി ഓരോ ഉൽപ്പന്നങ്ങളും ഒരു പരസ്യങ്ങളും ഇല്ലാതെ നേരിട്ട് കർഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നെറ്റ്സർഫ് ഡയറക്ട് എന്ന് പറയുന്ന ഒരു കമ്പനി കൂടെ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ കർഷകർക്ക് 10 മുതൽ 25% വരെ സബ്സിഡിയോടുകൂടി കർഷകരിലേക്ക് പ്രൊഡക്റ്റുകൾ എത്തുന്നു. ഒരിടനിലക്കാരും ഇല്ലാതെ കർഷകർ അതിന്റെ ഗുണങ്ങൾ അനുഭവിക്കുന്നു. ഒരുപക്ഷെ നമുക്ക് വളപ്രയോഗം നടത്തുവാൻ വേണ്ടി നമ്മൾ വളക്കടയിലേക്ക് പോകുമ്പോൾ, വളക്കടയിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ വളക്കടക്കാർ എപ്പോഴും ഉയരങ്ങളിലേക്കും കർഷകൻ താഴേക്കും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അതിനൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു കർഷകന് കൃത്യമായിട്ടുള്ള ഡിസ്കൗണ്ടോടുകൂടി, സബ്സിഡിയോടുകൂടി പ്രൊഡക്റ്റുകൾ എത്തിക്കുന്ന കമ്പനിയാണ് നെറ്റ്സർഫ് ഡയറക്ട്. ഇത്രയും കമ്പനികൾ അടങ്ങിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ് നമ്മുടെ നെറ്റ്സർഫിൻ്റെത്. അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഓർഗാനിക് രാജ്യമായ അമേരിക്കയുടെ, US-ന്റെ ഗ്രേഡ് 1 ആയിട്ട് അംഗീകരിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ എന്നതും തീർച്ചയായിട്ടും നമ്മുടെ കർഷകരിലേക്ക് വളരെ പരിവർത്തനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്നതിന്റെ ഒരു തെളിവാണ് ഇന്ത്യയിലെ തന്നെ ടോപ്പ് മീഡിയാസ് ഇതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ളത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ഫോബ്സ് മീഡിയ, ദ ടൈംസ് ഓഫ് ഇന്ത്യ, ദ ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഹിന്ദു, മണി കൺട്രോൾ,
ഹിന്ദുസ്ഥാൻ ടൈംസ്, സക്കായ്, ഫസ്റ്റ് പോസ്റ്റ് തുടങ്ങിയ ലീഡിംഗ് നെറ്റ്വർക്കേഴ്സ് അല്ലെങ്കിൽ ലീഡിംഗ് ടോപ്പ് മീഡിയാസ് എല്ലാം തന്നെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങളെ കർഷകരിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ, നെറ്റ്സർഫിന്റെ കമ്പനിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിബിലിറ്റിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റിയാണ്, കമ്പനിയുടെ ക്വാളിറ്റിയാണ്. അത് കർഷകരിലേക്ക് എത്തുമ്പോൾ കർഷകർ കിട്ടുന്ന റിസൾട്ട് ആണ്. 23 വർഷക്കാലമായി ഇന്ത്യയിലെ 24ലധികം സംസ്ഥാനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് വളരെ മാറ്റങ്ങൾ കാർഷിക മേഖലയിൽ, ജൈവ കാർഷിക മേഖലയിലേക്ക് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് മുന്നേറുന്ന ഒരു കമ്പനി കൂടി ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ലീഡിംഗ് മീഡിയാസ് ഒക്കെ ഇതിനെ അംഗീകരിച്ചുകൊണ്ട് കർഷകരിലേക്ക് എത്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഇവിടെ അറിയാം പലതരത്തിലുള്ള കുപ്പികളിലാണ് നമ്മൾ ഇന്നിവിടെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഖരാവസ്ഥയിലുള്ള ഒരു വളപ്രയോഗത്തിൽ നിന്നും ദ്രാവകാവസ്ഥയിലുള്ള ഒരു വളപ്രയോഗത്തിലേക്ക് നമ്മൾ മാറ്റം വരുത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് 25% മുതൽ 40% വരെ നമ്മുടെ ഈൽഡ് വർദ്ധിക്കുന്നു. 25% മുതൽ 40% വരെ നമ്മുടെ ലേബർ കോസ്റ്റ് കുറയ്ക്കുവാൻ വേണ്ടി സാധിക്കുന്നു. ഇന്ന് കർഷകർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ലേബർ കോസ്റ്റിന്റെ അമിതമായ കൂടുതലാണ്. അപ്പൊ അതിനെയൊക്കെ മാറ്റം വരുത്തി ചുരുങ്ങിയ ചെലവിൽ ഒരു കർഷകന് തന്നെ തന്റെ കൃഷിയിടത്തിലേക്ക് പോയിട്ട് ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് ചെയ്തിട്ട് വരാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലേക്ക് ദ്രാവകാവസ്ഥയിലുള്ള വളപ്രയോഗം കർഷകന്റെ മിത്രമായി മാറുകയാണ്. ആ ഒരു മിത്രത്തെയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അത് ഇന്നത്തെ മീറ്റിംഗിൽ അത് ഉപയോഗിക്കുമ്പോൾ കർഷകനുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, മണ്ണിൽ ഉണ്ടാക്കുന്ന പരിവർത്തനം എന്തൊക്കെയാണ്, അതിലൂടെ സസ്യങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. DSIRന്റെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് ഗവൺമെന്റ് അംഗീകരിച്ചതാണോ? ഗവൺമെന്റിന്റെ 100% റെക്കഗ്നീഷനോടുകൂടി പ്രവർത്തിക്കുന്ന DSIRന്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് നെറ്റ്സർഫ്. അതോടൊപ്പം തന്നെ അപ്രൂവ്ഡ് ബൈ ഇക്കോസെർട്ട് ഇൻപുട്സ്. എന്താണ് ഇക്കോസെർട്ട് ഇൻപുട്സ് എന്ന് പറയുന്നത്? ഇക്കോസെർട്ട് ഇൻപുട്സ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ 80ലധികം രാഷ്ട്രങ്ങളുടെ ഒരു സംഘടനയായ, ജൈവ കാർഷിക സംഘടനയായ ഇക്കോസെർട്ടിന്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ കമ്പനിയാണ് നെറ്റ്സർഫ് എന്ന് പറയുന്നത്. ഫ്രാൻസിലാണ് ഈ ഇക്കോസെർട്ട് എന്ന് പറയുന്ന ഒരു കമ്പനി രൂപീകൃതമായത്. അതിന്റെ അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിൽ നാഷണൽ അവാർഡ് ഫോർ എക്സലന്റ് പ്രൊഡക്റ്റ് ലഭിച്ച ഒരു കമ്പനിയാണ് നെറ്റ്സർഫ് എന്ന് പറയുന്നത്. ISO സർട്ടിഫൈഡ് കമ്പനിയാണ്, GMB സർട്ടിഫൈഡ് കമ്പനിയാണ്, സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് പ്രൊജക്റ്റ് ആണ്. 100% നാച്ചുറൽ, ഹെർബൽ ആൻഡ് ആയുർവേദിക് പ്രൊഡക്ട്സ് ആണ് നമ്മുടെ നെറ്റ്സർഫിൻ്റെത്. വളരെ പ്രധാനപ്പെട്ട വെരി വെരി ഇമ്പോർട്ടന്റ് ഘടകം 100% നാച്ചുറൽ, ഹെർബൽ ആൻഡ് ആയുർവേദിക് പ്രൊഡക്ട്സ് ആണ്. നമ്മുടെ സസ്യങ്ങൾക്കോ മനുഷ്യനോ പക്ഷി മൃഗാദികൾക്കോ ജീവജാലങ്ങൾക്കോ ചെറുപ്രാണികൾക്കോ സൂക്ഷ്മ മൂലകങ്ങൾക്കോ ഒരു പ്രോബ്ലവും ഇല്ലാത്ത രീതിയിലാണ് ഇതിന്റെ മാനുഫാക്ചറിംഗ്. തികച്ചും ഓർഗാനിക് ആണ് എന്നുള്ളതിൽ 100% നമുക്ക് കർഷകരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് നോക്കാം ഒരു സസ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ ഘടകങ്ങളാണ് ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ലൈറ്റ് എനർജി, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഷുഗർ, വാട്ടർ, മിനറൽസ് തുടങ്ങിയവയെല്ലാം തന്നെ സസ്യത്തിന്റെ ഫുഡ് ഉണ്ടാക്കുന്ന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഫോർ പ്ലാന്റ് ഗ്രോത്ത്. എന്തൊക്കെയാണ് പ്ലാന്റ് ഗ്രോത്തിൽ വന്നിട്ടുള്ളത്? സൺലൈറ്റ്, വാട്ടർ, എയർ, കാർബൺ ഡൈ ഓക്സൈഡ്, മിനറൽസ്, മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ്, പ്ലാന്റ് ഹോർമോൺസ്, ബയോസ്റ്റിമുലൻസ് തുടങ്ങിയവയൊക്കെ നമ്മുടെ പ്ലാന്റ് ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ്. അതോടൊപ്പം തന്നെ പ്ലാന്റ് ഗ്രോത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ഘടകങ്ങളൊക്കെ ഉണ്ട്. പ്ലാന്റ് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി, ഇൻസെക്റ്റിന്റെയും പെസ്റ്റിന്റെയും അറ്റാക്ക്, ഡിസീസസ് ഉണ്ട്, ഓവർ ഡോസസ് ഉണ്ട്, വാട്ടറിന്റെ ഫെർട്ടിലൈസറിന്റെ ഓവർ ഡോസസ് ഉണ്ട്. ഇതൊക്കെയാണ് സസ്യങ്ങളുടെ വളരെ ഗ്രോത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഭൂമിയിലുള്ള എവിടെ പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേണ്ട ന്യൂട്രിയൻസ് പോലെ, ഒരു മൃഗങ്ങളെ സംബന്ധിച്ച് ന്യൂട്രിയൻസ് പോലെ, ഒരു സസ്യങ്ങൾക്കും ന്യൂട്രിയൻസ് എല്ലാം സെയിം ഒരേപോലെയാണ് വേണ്ടത്. പക്ഷെ നമ്മൾ വളക്കടകളിൽ നിന്നും വളപ്രയോഗത്തിന് വേണ്ടി പോകുമ്പോൾ പല വ്യത്യസ്തങ്ങളായ വളങ്ങളെ നമ്മൾക്ക് സജസ്റ്റ് ചെയ്യുകയാണ് തരുന്നത്. ഞാൻ കർഷക സുഹൃത്തുക്കളായിട്ട് ഒരു ചെറിയൊരു കാര്യം ചോദിക്കുകയാണ്. നമ്മൾ വളപ്രയോഗം നടത്തുമ്പോൾ ഒരു വളക്കടയിൽ നിന്നും കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഈ ഒരേ വളം മാത്രം ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഇടുകയാണ്.
ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷെ നെറ്റ്സർഫിന്റെ കമ്പനി പറയുന്നത് 23 വർഷമായിട്ട് കമ്പനി പറയുന്നത് ഒരേ ഉൽപ്പന്നങ്ങളാണ് നിങ്ങൾ കൃഷിയിടത്തിലേക്ക് ഉപയോഗിക്കേണ്ടത്. സസ്യങ്ങൾക്ക് ആവശ്യമായ ഘടകങ്ങളെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് കൃത്യമായി നാച്ചുറലായി സസ്യങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ഭൂമിയിലുള്ള സസ്യങ്ങൾക്ക് എവിടെ പോയി കഴിഞ്ഞാലും സസ്യങ്ങൾക്ക് വേണ്ട 3 അതിപ്രധാന ഘടകങ്ങളാണ്. ഒന്ന് പ്ലാന്റ് ന്യൂട്രിയൻസ്, മൂലകങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാമത്തത് വളപ്രയോഗം എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഗ്രോത്ത് പ്രൊമോട്ടർ എന്ന് പറയുന്നതാണ്. നമുക്ക് നോക്കാം പ്ലാന്റ് ന്യൂട്രിയൻസ്. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്ലാന്റ് ന്യൂട്രിയൻസ്, മൂലകങ്ങളുടെ സാന്നിധ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു 30 വർഷം 40 വർഷം മുന്നേയുള്ള നമ്മുടെ മണ്ണിനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ മണ്ണിലെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ചെറു പ്രാണികൾ ഉണ്ടായിരുന്നു, സൂക്ഷ്മ മൂലകങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പാറ്റകളും തവളുകളും ഒക്കെ ഉണ്ടായിരുന്നു. മണ്ണിരകളുടെ സാന്നിധ്യവും വളരെ കൂടുതലായിരുന്നു. പക്ഷെ അവയൊക്കെ ഇന്ന് മാറ്റം വരുന്ന രീതിയിലാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ മണ്ണിന്റെ ഘടന മാറിയത്. 1970 കാലഘട്ടങ്ങളിലാണ് രാസവളത്തിന്റെ പ്രയോഗം ഇന്ത്യയിലേക്ക് വരുന്നത്. 15 വർഷത്തിന് ശേഷം കെമിക്കലിന്റെ പ്രയോഗവും ഇന്ത്യയിലേക്ക് വന്നു. അതോടുകൂടി നമ്മൾക്ക് മണ്ണിന്റെ ഘടനയിൽ മാറ്റം വരുവാൻ വേണ്ടി ആരംഭിച്ചു. സസ്യങ്ങൾക്ക് കൂടുതലായി രോഗങ്ങൾ വരുവാൻ വേണ്ടി ആരംഭിച്ചു. നമ്മുടെ സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം വരുവാൻ വേണ്ടി ആരംഭിച്ചു. അവിടെ നമ്മുടെ സൂക്ഷ്മ മൂലകങ്ങളെയൊക്കെ തിരിച്ചെടുക്കുവാൻ നാച്ചുറൽ ആയിട്ട് സാധിക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്നത്. അതിൽ പ്ലാന്റ് ന്യൂട്രിയൻസിനെ, മൂലകങ്ങളെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. പ്രധാന മൂലകങ്ങൾ, ഉപപ്രധാന മൂലകങ്ങൾ, സൂക്ഷ്മ മൂലകങ്ങൾ. അതിൽ പ്രധാന മൂലകങ്ങൾ എന്ന് പറയുന്നത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്. ഉപപ്രധാന മൂലകങ്ങൾ എന്ന് പറയുന്നത് മഗ്നീഷ്യം, കാൽസ്യം, സൾഫർ. സൂക്ഷ്മ മൂലകങ്ങൾ എന്ന് പറയുന്നത് അയൺ, മാംഗനീസ്, ബോറോൺ, സിങ്ക്, കോപ്പർ, ക്ലോറിൻ, നിക്കൽ, മോളിബ്ഡിനം തുടങ്ങിയവയൊക്കെയാണ്. അതിൽ തന്നെ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട 3 മൂലകങ്ങളാണ് NPK, അല്ലെങ്കിൽ കർഷകർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, യൂറിയ, മഷൂറി, പൊട്ടാഷ്. NPK എന്താണ്? നമ്മുടെ NPK കുപ്പികളിലായി വരുമ്പോഴുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ, അത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ NPK എന്ന് പറയുന്നത് അസറ്റോബാക്ടർ ബാക്ടീരിയകൾ അടങ്ങിയ, പൊട്ടാസ് സോളിബിലിയം ബാക്ടീരിയകൾ അടങ്ങിയ മണ്ണിലും അന്തരീക്ഷത്തിലുമുള്ള മൂലകങ്ങളെ കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഘടകങ്ങളാണ്. മൊബിലൈസിങ് ഫിക്സേറ്റിംഗ് ബാക്ടീരിയകളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ അന്തരീക്ഷത്തിൽ ഇന്ന് 78% നൈട്രജൻ ആണുള്ളത്. ആ നൈട്രജനെ സ്വന്തമായി സ്വീകരിക്കാനുള്ള കഴിവ് ആർക്കില്ല? സസ്യങ്ങൾക്കില്ല. നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുവാനുള്ള ബാക്ടീരിയകൾ മണ്ണിൽ ഉണ്ടാകുമ്പോഴാണ് നൈട്രജൻ കൂടുതലായിട്ട് ലഭിക്കുകയും നൈട്രജനിലൂടെ സസ്യങ്ങൾക്ക് കൂടുതൽ ഗ്രോത്തിലൂടെ സാധിക്കുന്നു. പക്ഷേ നമ്മൾ രാസവളം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടത്തുന്നതിന് തുല്യമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. എന്താണ് അതിന്റെ അർത്ഥം? വെന്റിലേറ്ററിൽ കിടത്തുക എന്ന് പറയുന്നതിനർത്ഥം കൃത്രിമമായി ശ്വാസം കൊടുക്കുക എന്ന് പറയുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രാസവളം കൊടുക്കുക എന്ന് പറയുന്നത് സസ്യങ്ങൾക്ക് കൃത്രിമമായി ശ്വാസം കൊടുക്കുന്നതിന് തുല്യമാണ് അത് വരുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറ്റം വരുത്തുവാൻ വേണ്ടി നാച്ചുറലായി അന്തരീക്ഷത്തിലുള്ള മണ്ണിലുള്ള മൂലകങ്ങളെ എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള, എല്ലാവർക്കും സംശയമാണ്, അന്തരീക്ഷത്തിൽ മണ്ണിൽ മൂലകങ്ങൾ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഇന്ന് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം 78%. ഒരു മനുഷ്യനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ മനുഷ്യൻ അന്തരീക്ഷത്തിൽ ഓക്സിജനെയാണ് വലിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അതിനുള്ള കഴിവാണ് മനുഷ്യന് തന്നത്. അതുപോലെ തന്നെ അന്തരീക്ഷത്തിലും മണ്ണിലും ഉള്ള മൂലകങ്ങളെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള കഴിവുള്ള മൊബിലൈസിങ് ബാക്ടീരിയകളെയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സോ എന്ത് സംഭവിക്കുന്നു? മണ്ണിന്റെ ഘടനയിൽ മാറ്റമുണ്ടാകുന്നു. മൂലകങ്ങൾ കൃത്യമായി സസ്യത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്ന രീതിയിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഓരോ ക്രോപ്പിനും വ്യത്യസ്തങ്ങളായിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. മിക്സിംഗ് രീതി സെയിം പാറ്റേണിലാണ് മിക്സ് ചെയ്യേണ്ടത്. ഓരോ ക്രോപ്പിനും വലിപ്പ ചെറുപ്പത്തിനനുസരിച്ചാണ് നമ്മൾക്കത് ഉപയോഗിക്കേണ്ടത്. അത് നിങ്ങൾ ഈ മീറ്റിംഗിലേക്ക് ആരാണോ വിളിച്ചത്, അല്ലെങ്കിൽ ആരാണോ നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിച്ചത്, അവരായിട്ട് സംസാരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകും. അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മുടെ നമ്പർ ഷെയർ ചെയ്യുന്നതാണ്. ഇതാണ് നമ്മുടെ NPK എന്ന് പറയുന്ന മൂലകങ്ങൾക്ക്, പ്രധാന മൂലകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളെയാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. അതുപോലെ രണ്ടാമത്തെ ഒരു ഘടകമാണ് വളപ്രയോഗം എന്ന് പറയുന്നത്. പക്ഷെ വളപ്രയോഗത്തിന് വേണ്ടി ഇന്ന് പലതരത്തിലുള്ള വളപ്രയോഗം നമ്മൾ ചെയ്യാറുണ്ട്, അല്ലെ? ചാണകവളം കൊടുക്കാറുണ്ട്, കോഴിവളം കൊടുക്കാറുണ്ട്, ആട്ടിൻ വളം കൊടുക്കാറുണ്ട്, മിക്സ്ഡ് വളങ്ങൾ കൊടുക്കാറുണ്ട്, വേപ്പിൻ പിണ്ണാക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള വളപ്രയോഗം നമ്മൾ ചെയ്യാറുണ്ട്.
ഇവിടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. 50 കിലോയുടെ 100 ചാക്ക് 5 ടണ്ണ് കാലിവളത്തിൽ അടങ്ങിയിരിക്കുന്ന എസൻസിന് തുല്യമായ ബാക്ടീരിയകളുടെ ഒരു മിശ്രിതമാണ് ഷേത്ത്. സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി. ആ പേരിൽ തന്നെ ഉണ്ട്. മണ്ണിനെ എൻഹാൻസ് ചെയ്യുവാൻ, മണ്ണിന്റെ ഘടന മാറ്റി ഫലഭൂയിഷ്ടമാക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ബയോഫിറ്റിന്റെ ഷേത്ത് എന്ന് പറയുന്നത്. ഷേത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതെന്ത് കർഷകർക്ക് ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമുക്കറിയാം കർഷകരുടെ മിത്രമാണ് മണ്ണിര എന്ന് പറയുന്നത്. ആ മണ്ണിരകളുടെ സാന്നിധ്യം വളരെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമുക്ക് ഒരു കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് നമ്മളിപ്പോ പെട്ടെന്ന് നെറ്റ്സർഫിന്റെ ഉൽപ്പന്നം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകും എന്ന് പറഞ്ഞാലും അത് ഏറ്റെടുക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അത് റിസൾട്ട് കിട്ടിയില്ലെങ്കിലോ, പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ ഇതിൽ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒരു വർഷത്തെ കൃഷി പോകുമല്ലോ. ഇന്നെന്റെ യൂട്യൂബിൽ ഒരാൾ കമന്റ് ചെയ്തതാണ്, 350 വാഴയ്ക്ക് ഞാൻ ഇത് ഉപയോഗിച്ചു ഒരു റിസൾട്ടും കിട്ടിയില്ലെന്ന് പറയും. ഞാൻ അദ്ദേഹത്തെ ചോദിച്ചു എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ 2 മാസം കൂടുമ്പോൾ 1 ലിറ്റർ വീതം ഒഴിച്ചു കൊടുത്തെന്ന് പറഞ്ഞു. എങ്ങനെയാണ് സാർ ഇതിന് റിസൾട്ട് കിട്ടുക? വാഴ എന്ന് പറയുന്ന ഒരു സസ്യത്തിനെ ഏറ്റവും കൂടുതൽ വേരുൽപാദിപ്പിക്കുന്ന ഒരു സസ്യമാണ് വാഴ എന്ന് പറയുന്നത്. ആ വാഴയ്ക്ക് 2 മാസത്തിൽ ഒരിക്കൽ 1 ലിറ്റർ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ കൊടുത്ത് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. 15 ദിവസം കൂടുമ്പോൾ വാഴയ്ക്ക് വളം കൊടുക്കേണ്ടത്, 4 മാസം കൂടുമ്പോൾ വലിയ വിളകൾക്ക് വളം കൊടുക്കേണ്ടത്, റബ്ബറിന് 2 തവണ വർഷത്തിൽ കൊടുക്കേണ്ടത്, പച്ചക്കറികൾക്ക് ആനുപാതികമായിട്ട് 15 ദിവസം കൂടുമ്പോൾ കൊടുക്കേണ്ടതിനെ 2 മാസവും 1 മാസവും കൂടുമ്പോൾ കൊടുത്ത് റിസൾട്ട് എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. വർഷങ്ങൾക്ക് മുന്നേ ഉപയോഗിച്ചാണ്, നമ്മൾ കൊടുത്തിട്ട് ഉപയോഗിച്ചതല്ല. അത്തരത്തിൽ കൃത്യമായി ഗൈഡ് ചെയ്തുകൊണ്ട് കൃത്യമായി ഉപയോഗിച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതാണ് ഷേത്ത് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്നുള്ള രീതിയിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അതോടെ മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നു. രണ്ടാമത്തെ, മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം മണ്ണിന്റെ pH ലെവൽ 6.5 to 7.5 എത്തുക എന്നുള്ളതാണ്. അത് എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് കൂടുതൽ വളപ്രയോഗം സസ്യത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. അതിന് പക്കത്തിലുള്ള സൂക്ഷ്മ മൂലകങ്ങളുടെ ഒക്കെ ഒരു മിശ്രിതമാണ് ഷേത്ത് എന്ന് പറയുന്നത്. മനുഷ്യന്റെ വയറ്റിൽ വിരകൾ ഉണ്ടായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് യേശുമോ എന്നൊരു ചോദ്യം ഞാൻ ഓരോരുത്തർക്കും മുന്നിലേക്ക് ഇടുകയാണ്. അതുപോലെ മണ്ണിന്റെ pH ലെവല് ക്ലിയർ ആക്കാതെ, മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യാതെ നമ്മൾ ഒരു വളപ്രയോഗം ചെയ്തിട്ട് കാര്യമില്ല. ആ വളപ്രയോഗം ഒരുപക്ഷെ അടുത്ത വർഷങ്ങളിൽ നമ്മൾ തടം തുറക്കുമ്പോൾ അല്ലെങ്കിൽ തടം തുറന്ന് കാണുമ്പോൾ നമുക്ക് അവിടെ തന്നെ കാണുവാൻ വേണ്ടി സാധിക്കുന്നു. എന്തുകൊണ്ടാണ്? ദഹന പ്രക്രിയ നടക്കുന്നില്ല. ആ ദഹന പ്രക്രിയയെ നടത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യാൻ, മണ്ണിരകളെ പ്രോത്സാഹിപ്പിച്ചെടുക്കുവാൻ, അതുപോലെ തന്നെ മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കുവാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ഷേത്ത് എന്ന് പറയുന്നത്. ഷേത്തിൽ അടങ്ങിയിരിക്കുന്നത് പറഞ്ഞു സൂക്ഷ്മ മൂലകങ്ങളുടെയും 5 ടണ്ണ് കാലിവളത്തിൽ അടങ്ങിയിരിക്കുന്ന എസൻസിനും തുല്യമാണ് ഷേത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ NPK യുടെ കൂടെ ഒന്നിച്ച് 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്ന രീതിയിൽ മിക്സ് ചെയ്ത് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മണ്ണിലേക്ക് എത്തിക്കുക. കെമിക്കൽ ഉപയോഗിച്ച പാത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. സോപ്പ് പൊടി ഉപയോഗിച്ചതുപോലെ ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെയുള്ള ഇതൊരു ജീവാണുവളമാണ്. നമ്മൾ കെമിക്കലോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ജീവാണുക്കൾ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകാം. ആ നഷ്ടപ്പെട്ടു പോകുന്ന ജീവാണുക്കളെ നമുക്ക് തിരിച്ചെടുക്കുവാൻ വേണ്ടി നല്ല പാത്രങ്ങളിൽ മണ്ണിലേക്ക് പൂർണ്ണമായിട്ട് ഒഴിച്ചു കൊടുക്കുവാൻ വേണ്ടി നമ്മൾ സന്നദ്ധരാവുക. ഇലകളിലേക്കോ അതുപോലെ തന്നെ ചപ്പ് ചവറുകളിലേക്കോ തടിയിലേക്കോ ഒഴിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ പ്രധാനപ്പെട്ടതായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഷേത്ത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള കുറച്ച് റിസൾട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ಎಷ್ಟು ಉದ್ದ ಐತೆ? ഇത് മണ്ണിരകളുടെ സാന്നിധ്യമാണ്. ഇത് നമ്മൾ ആലക്കോട് ജോസഫ് മാഷിന്റെ ഒരു റിസൾട്ട്. നമ്മളങ്ങനെ മണ്ണിര തേടിയുള്ള ഒരു യാത്രയിലാണ് നമ്മുടെ ജോസഫ് മാഷിന്റെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മണ്ണിരകൾ താഴെ നമുക്ക് ചെറിയ രാസവളം കൊടുക്കുന്ന ഒരു പറമ്പിൽ വന്ന ഒരു റിസൾട്ടാണ് നമ്മൾ കണ്ടത്.
അദ്ദേഹം കഴിഞ്ഞ ആഴ്ച കൊണ്ട് വിളിച്ചിട്ട് പറഞ്ഞു വളപ്രയോഗം ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ മണ്ണിരകൾ കുത്തി കുത്തി നല്ല പഴയ രീതിയിലുള്ള മണ്ണിരകൾ ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വിശദമായ വീഡിയോസ്. കർഷക സുഹൃത്തുക്കളെ, നിതീഷ് തൊലത്തുവേൽ നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഒരു പരീക്ഷണമാണ് നടക്കുന്നത്. നമ്മുടെ ഒന്നാമത്തെ പാത്രത്തിൽ കാണുന്നത് ഡോളോമേറ്റ് ഇട്ടതാണ്, രണ്ടാമത്തെ പാത്രത്തിൽ ഇടുന്നത് കുമ്മായം ഇട്ടതാണ്, മൂന്നാമത്തെ പാത്രത്തിൽ കക്കപ്പൊടി, നാലാമത്തെ പാത്രത്തിൽ നെറ്റ്സർഫിന്റെ വളങ്ങൾ ഉപയോഗിച്ച ഒരു 4 പാത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ 4 പാത്രത്തിലും നമ്മൾ മണ്ണിരകളെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ 4 പാത്രത്തിലും മണ്ണിരകളെ അപ്ലൈ ചെയ്തതിൽ ഏത് പാത്രത്തിലാണ് മണ്ണിരകൾ? ഒന്നാമത്തെ പാത്രത്തിൽ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള വളപ്രയോഗത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കൊടുക്കുന്ന ഒരു വസ്തുവാണ് കുമ്മായം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡോളോമേറ്റ് എന്ന് പറയുന്നത്. അതൊക്കെ കക്ക നീറ്റുമ്പോൾ ഒരു രാസപ്രവർത്തനത്തിലൂടെ വന്ന് കാൽസ്യം ഹൈഡ്രേറ്റ് ആയി മാറുന്ന ഒരു പ്രക്രിയയിലൂടെ വരുന്ന ഒരു കെമിക്കൽ പദാർത്ഥങ്ങളാണ് ഇത് രണ്ടും. അതിൽ മണ്ണിരകൾ മരിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ പരീക്ഷണത്തിലൂടെ കാണുന്നത്. പക്ഷെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ മണ്ണിരകൾക്കോ ജീവജാലങ്ങൾക്കോ സസ്യങ്ങൾക്കോ മണ്ണിനോ മനുഷ്യനോ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലാതെ തികച്ചും ഓർഗാനിക് ആയിട്ട് നമുക്ക് ഒരു കൃഷിയെ പ്രോത്സാഹിപ്പിച്ചെടുക്കുവാൻ വേണ്ടി സാധിക്കുന്നു. കുമ്മായം യൂസ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ 1 കിലോ കുമ്മായം 15 രൂപ. അതിന്റെ എക്സ്പെൻസ് പോലും നമുക്ക് വളപ്രയോഗത്തിൽ നിന്നും മാറ്റം വരുത്തുവാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഒന്നാമത്തെ ഘടകമായ മൂലകങ്ങൾക്ക് വേണ്ടി NPK, അതുപോലെ സൂക്ഷ്മ മൂലകങ്ങളും വളപ്രയോഗത്തിനും വേണ്ടിയുള്ള ക്ഷേത്തിനെ നമുക്ക് അടിവളമായിട്ട് ഉപയോഗിക്കാം. അടിവളമായിട്ട് നമുക്ക് മറ്റ് വളങ്ങൾ ഇടുന്നതിന് പകരമായിട്ട് അടിവളമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററി. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. ഇത് നമുക്ക് NPKയുടെയും ക്ഷേത്തിന്റെയും കൂടെ 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്ന രീതിയിൽ മിക്സ് ചെയ്ത് മണ്ണിലേക്കും സ്പ്രേ ചെയ്യുവാൻ വേണ്ടി സാധിക്കുന്ന ഇടങ്ങളിലേക്ക് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 2 ml സ്പ്രേ ചെയ്ത് നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. ഇത് 250 ml മുതൽ 1 ലിറ്റർ വരെ നമുക്ക് ഇതിനെ ലഭ്യമാണ്. അത് നമുക്ക് ചെറിയ പച്ചക്കറി തോട്ടങ്ങളിൽ പോലും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലാണ് ഇതിനെ ക്രമീകരിച്ചത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. സ്റ്റിംറിച്ച് എന്ന് പറയുന്ന ഉൽപ്പന്നത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സ്റ്റിംറിച്ച് ഗ്രോത്ത് പ്രൊമോട്ടർ എന്നതിലുപരി റൂട്ട് ടു ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നമാണ്. എന്താണ് റൂട്ട് ടു ഫ്രൂട്ട്? റൂട്ട് ടു ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സസ്യത്തിന്റെ വേര് മുതൽ കായയുടെ സൈസിനെ വരെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. കായയുടെ സൈസ്, അതായത് വേരുകൾ പ്രൊമോട്ട് ചെയ്യുന്നു. വേരുകൾ പ്രൊമോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ സസ്യത്തിന് ഇന്ന് 2 ടൈപ്പിലുള്ള വേരുകളാണ്. അതിൽ ഒന്നാമത്തെ വേര് എന്ന് പറഞ്ഞാൽ വെളുത്ത വേര്, 2 കറുത്ത വേര്. ഈ വെളുത്ത വേരുകൾ എന്ന് പറയുന്നത് മണ്ണിന്റെ പ്രതലത്തിലുള്ള പോഷകാഹാരങ്ങൾ സ്വീകരിക്കാനുള്ള വേരുകളാണ്. കറുത്ത വേരുകൾ എന്ന് പറയുന്നത് സസ്യത്തിന്റെ തായ് വേര് അല്ലെങ്കിൽ വെള്ളം ശേഖരിക്കാനുള്ള വേരുകൾ എന്ന് പറയും. ഒരുപക്ഷെ നമുക്ക് ഈൽഡ് തരുന്ന നമ്മുടെ പ്ലാവ് അല്ലെങ്കിൽ മാവ് തുടങ്ങിയ സസ്യങ്ങളുടെയൊക്കെ വേരുകൾ പല സ്ഥലങ്ങളിൽ പോയി സഞ്ചരിച്ച് അതിന്റെ പോഷകാഹാരങ്ങൾ നേടിയെടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ തെങ്ങായിക്കോട്ടെ, നമുക്ക് ഈൽഡ് തരുന്ന തെങ്ങായിക്കോട്ടെ, ഏലമായിക്കോട്ടെ, മറ്റെല്ലാ വസ്തുക്കൾ, ജാതി ആയിക്കോട്ടെ, അതിന്റെ ഇലകൾ എവിടെയാണ് ഉള്ളത്? ആ ഇലകളുടെ സൈസിനനുസരിച്ച്, വലിപ്പത്തിനനുസരിച്ചാണ് വേരുകൾ സഞ്ചരിക്കുന്നത്. അതിന്റെ പ്രതലത്തിലുള്ള പോഷകാഹാരങ്ങളാണ് സ്വീകരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം വെളുത്ത വേരുകളുടെ സാന്നിധ്യം വളരെ വളരെ കുറഞ്ഞു വരികയാണ്. അവിടെയാണ് നമുക്ക് സ്റ്റിംറിച്ച് എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ വേരുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. പോഷകാഹാരങ്ങൾ നമ്മളെ NPKയും ക്ഷേത്തും കൊടുക്കുമ്പോൾ കിട്ടുന്ന പോഷകാഹാരങ്ങളെ കൃത്യമായി സസ്യത്തിന് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്നു. അതോടൊപ്പം തന്നെ സസ്യത്തിന്റെ കാണ്ഡത്തിന്റെ ബലത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇലകളുടെ ഫോട്ടോസിന്തസിസ് അടക്കമുള്ള പ്രകാശ സംശ്ലേഷണം കൃത്യമായി നടത്തുകയും അതോടൊപ്പം തന്നെ പച്ചപ്പും ഇലകളുടെ സൈസിന് മാറ്റം വരുത്തുന്നു. അതുപോലെ തന്നെ കായയുടെ സൈസ് ഒരേ ക്വാളിറ്റി ഉള്ള കായയാക്കുകയും താഴെ മുതൽ മുകളിൽ വരെയുള്ള കായയുടെ സൈസ് ഒരേപോലെ ആക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. അപ്പൊ ആ ഉൽപ്പന്നം ഉപയോഗിച്ച രീതി എന്നത് കമ്പനി പറയുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ സ്ക്രീനിന്റെ ഇടതുഭാഗത്ത് ഉപയോഗിക്കാത്തതും വലതുഭാഗത്ത് ഉപയോഗിച്ചതുമാണ്. വിത്ത് സംസ്കരണം മുതൽ നമുക്ക് ചെയ്യുവാൻ വേണ്ടി സ്റ്റിംറിച്ചിലൂടെ സാധിക്കും. വിത്ത് സംസ്കരണം ചെയ്യുമ്പോൾ 90 മുതൽ 92% വരെ നമുക്ക് എന്ത് സാധിക്കുന്നു? വിത്തിനെ മുളപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ വേരുകളുടെ പ്രൊമോഷൻ, ലീഫ് സ്റ്റേജ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. വെളുത്ത വേരുകളുടെ പ്രോഗ്രസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ലീഫിന്റെ വളർച്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേസമയം ഉപയോഗിക്കാത്തത് നമുക്ക് ഇവിടെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് ഗ്രോത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഉപയോഗിച്ചത് ഉപയോഗിക്കാത്തതും തമ്മിലുള്ള വ്യത്യാസം. ഫ്ലവറിങ് സ്റ്റേജിൽ ആ ഫ്ലവറിന്റെ ക്വാളിറ്റി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നമ്മുടെ ഉൽപ്പന്നത്തിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത്. അതുപോലെ കായയുടെ സൈസ്,
ഒരേ ക്വാളിറ്റി ഇല്ല, ഒരേ സൈസിലുള്ള കായ നമുക്ക് ലഭിക്കുന്നതോടൊപ്പം തന്നെ ഫസ്റ്റ് ക്വാളിറ്റിയിൽ നമുക്കത് കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. ഇത് കമ്പനി പറയുന്നതാണ്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കേരളത്തിൽ കിട്ടിയ റിസൾട്ടുകളെ ഒന്ന് പരിശോധിക്കാം. 2021, 22, 23 കാലഘട്ടങ്ങളിൽ തുടർച്ചയായി 3 വർഷങ്ങളിൽ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ 27 മാസം പ്രായമായ കവുങ്ങിനെ കൊലച്ചെടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പച്ചക്കറികളിൽ ഒരു മാറ്റമാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ കുരുമുളക് ചെടി, നമ്മുടെ കൊടികൾക്കുണ്ടായ ഒരു മാറ്റത്തെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു. ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് വളരെ ആശ്ചര്യപൂർവ്വം എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്നും ലഭിക്കാതിരുന്ന 2021 വർഷക്കാലങ്ങളിൽ ഒരു ഈൽഡും ലഭിക്കാതിരുന്ന ഒരു തോട്ടത്തിലേക്ക് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളിലായി 5 കിൻഡൽ മുതൽ 7 കിൻഡൽ വരെ ഈൽഡ് നേടിയെടുക്കാൻ വേണ്ടി കണ്ണൂർ ജില്ലയിലെ അരവഞ്ചാലിൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ തോട്ടത്തിൽ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഫോട്ടോയാണ് ഞാൻ ഇവിടെ കാണിച്ചത്. അതിനൊക്കെ വീഡിയോസ് ഒക്കെ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ഞളിപ്പിന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമായി കാണുന്നു. മഞ്ഞളിപ്പ് ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതും ഒരേ തോട്ടത്തിന്റെ 2 വിവിധ ഭാഗങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്റീരിയർ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഒരു മനുഷ്യർക്ക് ഒരു പ്രോബ്ലവും ഇല്ലാത്ത രീതിയിൽ ഇന്റീരിയർ ആയിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന്റെ ഗ്രോത്ത് നമുക്കിവിടെ ആ വരയിട്ടതിനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിന്റെ പച്ചപ്പിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത്. അതുപോലെ നെൽകൃഷിയിൽ ഉണ്ടായിരുന്ന റിസൾട്ടാണിത്. നെൽകൃഷി ഈ വർഷം വളരെ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ പറയുകയാണ്. എന്നെ ഇന്ന് ഇരിട്ടിയിലെ ഓടാക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് സണ്ണി സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വിളിച്ച് ഞാൻ ഇന്ന് കർണാടകയിൽ നിന്ന് യാത്ര ചെയ്ത് വരുമായിരുന്നു. കർണാടക സാബു സാറിന്റെ അടുത്ത് പോയി ഇന്നലെ മീറ്റിംഗ് അവിടെ കണ്ടക്ട് ചെയ്ത് ഞാൻ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം വിളിച്ചിട്ട് പറയുന്നത്, നിതീഷ് സാറെ, നമുക്ക് ഇത്തവണ ചെയ്യുവാൻ സമയമായി. നമ്മുടെ മുഴുവൻ പ്രദേശങ്ങളിലും നമ്മുടെ നെറ്റ്സർഫ് മാത്രം ചെയ്യുവാൻ വേണ്ടി പാടശേഖര കമ്മിറ്റി തീരുമാനിച്ചു. അതുകൊണ്ട് സാർ വന്ന് എല്ലാവർക്കും അതിന്റെ ക്ലാസ് എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം അഭിമാനവും സന്തോഷവും തോന്നി. കർഷകർ ഇത് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പാടശേഖര കമ്മിറ്റിയുടെ ഇരിട്ടി ഓടാക്കലിലെ പാടശേഖര കമ്മിറ്റിയുടെ സെക്രട്ടറിയായ സണ്ണി സാറിന്റെ കോളാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെയാണ് നമ്മളെ പോലുള്ള യുവാക്കൾക്ക് കാർഷിക മേഖലയിൽ നിങ്ങൾക്ക് തരുന്ന സന്തോഷത്തിൽ പങ്കാളികളാവുമ്പോൾ കൂടുതൽ കൂടുതൽ ഊർജമായി വരുന്നു എന്നുള്ളതാണ്. ആ ഇരിട്ടി ഓടാക്കലിലെ ഒരു ചെറിയ പിക്ചറാണ് നമ്മളിവിടെ കാണുന്നത്. ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ഒരേ തോട്ടത്തിലെ 2 വശങ്ങളിലുള്ള റിസൾട്ട്, മുകളിൽ ഉപയോഗിക്കാത്തതും താഴെ ഉപയോഗിച്ച് നമ്മൾ ഇടതൂർന്ന് കണപൊട്ടിയ നെൽവയലിനെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ റിസൾട്ട് വരുന്നത് കൊണ്ടാണ് നമ്മളെ പോലുള്ളവർ നിങ്ങൾക്ക് വേണ്ടി ഇതുപോലുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ കർഷകരുടെ ഈ പറഞ്ഞ മാറ്റത്തിലേക്ക് നമ്മളും പങ്കാളിയാവുന്നത്. കാരണം നമ്മളെ പോലുള്ളവർ റിസൾട്ട് ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റിനെ ഒരു ബിസിനസ് എന്നുള്ള രീതിയിലല്ല, മറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടത്തിലേക്ക് 10 ഏക്കറോ 5 ഏക്കറോ 1 ഏക്കറോ ആയിക്കോട്ടെ, നിങ്ങൾ ഒരു ഭാഗത്തെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾക്ക് റിസൾട്ട് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ എമൗണ്ട് തിരിച്ചു തരുവാൻ ഞാൻ എന്റെ കമ്പനിയും ബാധ്യസ്ഥനാണ് എന്ന് ഉറപ്പ് നിങ്ങൾക്ക് തരികയാണ്. അത്രയും കഴിഞ്ഞ 3.5 വർഷക്കാലമായി നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ വളരെ മികച്ച റിസൾട്ടോടുകൂടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വക്താക്കൾ ഹൃദയത്തോട് ചേർത്ത് ഇടനെഞ്ചിലോട് ചേർത്ത് വെച്ചുകൊണ്ട് മുന്നേറുന്നവരുണ്ട്. നിങ്ങൾക്ക് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയാൽ നിങ്ങളെ കൂടെയുള്ളവർക്ക് ഇത് കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് വളപ്രയോഗത്തിനുള്ള ഒരു എമൗണ്ട് നിങ്ങൾക്കും കൂടെ സ്വന്തമാക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു കമ്പനിയാണ് നെറ്റ്സർഫ് എന്ന് പറയുന്നത്. എന്താണ് അതിനുള്ള അർത്ഥം? നിങ്ങൾക്ക് ഏത് വളപ്രയോഗത്തിലൂടെയാണ് നിങ്ങൾ ഒരു ലോഡിംഗ് കൂലി പോലും കൊടുത്തിട്ടാണ് നിങ്ങളുടെ വളപ്രയോഗം നിങ്ങൾ തോട്ടത്തിലേക്ക് എടുക്കുന്നത്? അവിടെയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ അഗ്രിപ്രണർഷിപ്പിലേക്ക് ഒരു എന്റർപ്രണർ ആയിട്ട് മാറ്റുവാൻ വേണ്ടി കമ്പനി നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ സന്തോഷം നൽകുന്ന വസ്തുക്കളാണ് എന്നുള്ളത്. നമുക്ക് നോക്കാം. ഇത് നമ്മുടെ പ്രിയപ്പെട്ട സാബു സാർ കർണാടകയിൽ ഇന്ത്യയിൽ ആയിട്ടുള്ള പ്ലാന്റ്സിനൊക്കെ ഉപയോഗിച്ചതിന്റെ റിസൾട്ട് ആണ് നമുക്കൊന്ന് പരിശോധിക്കാം. KV സാബു എന്നാണ്. ഞാൻ കർണാടക ഗുൽബർഗ ഡിസ്ട്രിക്റ്റിലാണ്. ഞാൻ ശ്രീ സിമന്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. ആ സമയത്താണ് ഈ നമ്മുടെ കർണാടകയിൽ നിന്ന് ഈ നെറ്റ്സർഫിന്റെ കുറെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാൻ കഴിയുകയും അതൊക്കെ ഞാൻ പോയി അന്വേഷിക്കുകയും ഇത് കഴിഞ്ഞ് ഞാൻ ഉപയോഗിച്ച് ഒന്നിച്ച് പോയ 4 മാസമായി കറ്റാർവാഴയ്ക്കും ഇതെല്ലാ മെഡിക്കൽ പ്ലാന്റുകൾക്കും ഞാൻ ഉപയോഗിച്ച ഒരുമിച്ച് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിന് എത്ര പച്ചലിപ്പ് നോക്കും. അത് കണ്ടു കഴിഞ്ഞാണ് ഞാൻ മറ്റുള്ള എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ ബന്ധുക്കൾക്കും ഈ നെറ്റ്സർഫിന്റെ പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിക്കാൻ പറഞ്ഞത്.
അത് കഴിഞ്ഞ് ഞാൻ കാണാൻ കഴിയും നമ്മുടെ കപ്പ മരമാണ്. അതായത് മരച്ചിരി എന്ന് പറയും. നമ്മുടെ വടക്കൻ ജില്ലകളിലെ പൂള എന്ന് പറയും. അങ്ങനെ ഒരു ആറ് കപ്പ മരമാണ്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലായിട്ടും അതുപോലെ തന്നെ പുറത്തും ഉപയോഗിച്ച കപ്പ, അദ്ദേഹത്തിന് ചെറിയൊരു സ്ഥലം, അദ്ദേഹം താമസിക്കുന്നതിന്റെ ചുറ്റുപാടും നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ഒരു വ്യക്തിയുടെ വീഡിയോ ഞാൻ ഇന്നലെ അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലത്ത് പോവുകയും അത് കാണുകയും, കർണാടക ഗുൽബർഗിൽ അതിലുപരി സേറം എന്ന് പറയുന്ന പ്രദേശത്ത് 10ഓളം കർഷകർ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്തു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വലിയൊരു മാറ്റം കാർഷിക മേഖല ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സാധിക്കും എന്നതിന്റെ ഒരു ഉദാഹരണമാണ് സാബു സാറിന്റെ ഈ വീഡിയോ ഒക്കെ. ഈ ഒരു വർഷമായിട്ട് NPK ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നെറ്റ്സർഫിൻ്റെ അതുപോലെ തന്നെ സ്റ്റേറ്റ് അതിന് സ്റ്റിംറിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ആയിരിക്കുന്ന ഫലം എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ശരത്തിനാണെങ്കിൽ നീളമുണ്ട്, അതുപോലെ തന്നെ ചിമ്പുണ്ട്. പിന്നെ ചിമ്പിനെല്ലാം നല്ല രീതിയിലുള്ളതായിരിക്കുന്ന വളർച്ചയുണ്ട്. അതിൻ്റെ ഈൽഡിങ്ങിലാണെങ്കിലും എനിക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അത് കാരണമാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അതേസമയം ഉപയോഗിക്കാത്ത ഒരു തോട്ടമാണ് ഇതിൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഒരേ സമയത്ത് തന്നെ വെച്ചതാണ്. എന്നാൽ അതിൻ്റെ വ്യത്യാസം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏലം കൃഷിയിൽ നമ്മുടെ ഇടുക്കി രാജകുമാരി പ്രിൻസ് സാറിന്റെ ഒരു തോട്ടം ഉപയോഗിച്ചത് ഉപയോഗിക്കാത്തവരുടെ ഒരു തോട്ടത്തിന് ഡിഫറൻസ് ആണ് നമ്മൾ മനസ്സിലാക്കിയത്. നെറ്റ്സർഫിന്റെ വളം ചെയ്തിട്ടാണ് ഞാൻ ടാപ്പ് ചെയ്ത്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ തോട്ടത്തിൽ നിന്ന് പറഞ്ഞത് ഇതാണ് ഒട്ടുപാല്. നിങ്ങൾ കണ്ടില്ല, ഓരോ ഒട്ടുപാല് നമുക്ക് ഇങ്ങനെ ഓരോ റബ്ബറിനെ പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇത് പറയാൻ കാരണം എന്നാ വെച്ചാല് ഇവന് കൊടുക്കാനുള്ള കൂലി, ടാപ്പിംഗാണ് കൊടുക്കാനുള്ള കൂലി നമുക്ക് ഈ ഒട്ടുപാലിൽ നിന്നും അതുപോലെ 2 ദിവസം കൂടുമ്പോൾ ഞാൻ ഇങ്ങനെ പൊളിച്ചെടുക്കുന്നതാണ്. അതുപോലെ ചേട്ടപ്പാലും പൊളിച്ചെടുക്കും. അപ്പോൾ വീഴ്ച നിൽക്കും. ഈ പാലിന് കൊഴുപ്പുള്ളതുകൊണ്ടാണ് ചേട്ടപ്പാൽ നമുക്ക് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റുന്നത്. കൊഴുപ്പില്ലെങ്കിൽ നമുക്ക് ചേട്ടപ്പാൽ പൊളിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ വെട്ടുകാരന് കൊടുക്കാനുള്ള കൂലി നമുക്ക് നെപ്സപ്പിന് വളം കൊടുത്തപ്പോൾ പണിക്കൂലി കൊടുക്കാനുള്ളത് നമുക്ക് ഒട്ടുപാലിൽ നിന്നും ചേട്ടപ്പാലിൽ നിന്ന് കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഒരു മാസം ആകുന്നുള്ളൂ ഇത് എൻ്റെ ഒട്ടുപാലിൽ. ഇതൊരു 2-2.5 കിൻഡിൽ ഒട്ടുപാലുണ്ട് ഇത് ഇങ്ങനെ ഇട്ട് കിടക്കുന്നത്. അതുകൊണ്ട് സുഖമായിട്ട് ഇപ്പോൾ അവന് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ 700 മരം വെട്ടിക്കഴിഞ്ഞാൽ ഞാൻ 1000 മരം വെട്ടി എനിക്ക് 200 ലിറ്റർ പാലാണ്. അതാണ് അതിൻ്റെ മെച്ചമുള്ളൂ. പാലും നല്ല പാലിന് നല്ല DRC ഉണ്ട്. അതുമാണ് അതിൻ്റെ ഇത് പറയുന്നത്. അതുകൊണ്ട് നെറ്റ്സർഫിൻ്റെ വളം എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വളമാണ്. ചെയ്യാൻ വലിയ താല്പര്യമുള്ളവർ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി. ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്ന പോലെ ഒരു ജവാനും കൂടിയാണ് അദ്ദേഹം. കൃഷിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് റബ്ബറിൽ ഉണ്ടായിരുന്ന വളരെയധികം മാറ്റങ്ങൾ ഇന്ന് ഇരിട്ടി മേഖലയിൽ വളരെയധികം പ്രതിധ്വനിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മുടെ പച്ചക്കറിയിൽ ഉണ്ടായിരുന്ന ഒരു മാറ്റം നമുക്ക്. കർഷക സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ ഇന്ന് നിലവിലുള്ളത് മലപ്പുറം ജില്ലയിലെ താനൂർ പഞ്ചായത്തിലെ മൂച്ചിക്കൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു കർഷകൻ ഷാജി സാറിന് അടുത്തല്ലേ. ഞാനൊരു തക്കാളി പറിച്ചിട്ടുണ്ട്. എന്താ ടേസ്റ്റ്! നമ്മുടെ നെറ്റ്സർഫിന്റെ NPK ക്ഷേത്ര സ്റ്റിംറിച്ച് ജൈവ വളങ്ങൾ കൊടുത്ത് വന്ന റിസൾട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അത് ഇതിന്റെ ഓണർ ഷാജിയേട്ടൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ വന്നിട്ട് കഴിക്കുമ്പോൾ പറഞ്ഞത് ജൈവത്തിന്റെ ഒരു ടേസ്റ്റ്, അതോടൊപ്പം തന്നെ പുളിയില്ല, അത്രയും ടേസ്റ്റാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. തക്കാളി ഇങ്ങനെ കുഞ്ഞാന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇതിനൊക്കെ ബാക്കി വീഡിയോകൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ്സർഫ് റിസൾട്ട് മലയാളം അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വരാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു തേക്കാണത്. ആ തെക്ക് ഏകദേശം ഒരു 5 അടി 6 അടി വണ്ണമുള്ള ഒരു തേക്കാണത്. ആ തേക്കിന്റെ താഴെ വെച്ചിരുന്ന കവുങ്ങുകളാണ് ഈ കാണുന്നത്. ഇതും ഞാൻ സത്യത്തിൽ ഞാനത് ഉപേക്ഷിച്ച ഒരു കവുങ്ങുകളായിരുന്നു. പക്ഷേ ഈ ബാക്കി കവുങ്ങുകൾക്കും അപ്ലൈ ചെയ്ത കൂട്ടത്തിൽ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഇതും കൂടെ അപ്ലൈ ചെയ്തു. ഈ കവുങ്ങ് വേഷം മറ്റേതിനോട് അതേപോലെ തന്നെ വളർന്നു വന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ കൂമ്പ്, ഈ കൂമ്പിന്റെ വണ്ണം, അതായത് ഈ വരുന്ന കൂമ്പുകളുടെ വണ്ണം നമ്മൾ സാധാരണ ഉള്ള വളം ചേർത്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു വണ്ണത്തെക്കാൾ കൂടുതലാണ് ഇതിന്റെ ഒരു കൂമ്പിന് വണ്ണം. നെറ്റ്സർഫ് ഉൽപ്പന്നങ്ങളായ സ്റ്റിംറിച്ച്, ഷേത്ത്, NPK
ഈ 5 പിന്നെ വളങ്ങളും 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്നുള്ള കണക്കിന് മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ എല്ലാ വിളകൾക്കും ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒഴിച്ചതിന് ശേഷം കിട്ടിയ റിസൾട്ടാണ് ഈ തെങ്ങിന് ഇപ്പോൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കൂമ്പ് ചീഞ്ഞ് നശിച്ചു എന്ന് കരുതിയ ഒരു തെങ്ങാണ് ഈ കാണുന്നത്. അത് ഇതായി താഴത്തെ ഈ ഇതാണ് നമ്മുടെ പഴയ തെങ്ങ്. അതിന് 2 മടൽ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ വർഷം ഇത് തെങ്ങ് പോയി എന്നുള്ള കണക്കൂടൽ ഞാൻ ഇതിനൊരു ലെവലേശം പോലും വെള്ളം കൊടുത്തിട്ടില്ല. ഈ കവുങ്ങ് നനയ്ക്കുന്ന കൂട്ടത്തിലാണെങ്കിലും പിന്നെ ഇതിന് ഒട്ടും വെള്ളം, കാരണം ഇത് പോയ തെങ്ങാണല്ലോ എന്നുള്ള കൃത്യമായൊരു ബോധ്യം ഉണ്ടായിരുന്നു. ഞാൻ ഈ കവുങ്ങിന് നെറ്റ്സർഫിൻ്റെ ഇത് വളം ഒഴിച്ച കൂട്ടത്തിൽ ഞാൻ ഇതിനും കൂടെ ഒരു 2 ലിറ്റർ വളം ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ അതിന് താഴെ നിന്ന് വേറൊരു മുള വന്നിട്ട് ആ തെങ്ങ് രണ്ടാമത് റെഡിയായി വന്നിരിക്കുകയാണ്. എനിക്ക് എൻ്റെ അറിവിൽ ഇങ്ങനെ ഒരു തെങ്ങ് കൂമ്പ് ചീഞ്ഞ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമതൊരു മുളയായിട്ട് വന്നത് തെങ്ങ് വീണ്ടും ആകും എന്നുള്ള ഒരു അറിവ് എനിക്കില്ല. എനിക്ക് എത്രത്തോളം പറ്റാൻ എനിക്ക് ഈ മേഖലയിൽ ഇല്ലെങ്കിലും ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. ഓക്കെ. കവുങ്ങ് കൃഷിയിലുണ്ടായിരുന്ന ഒരു റിസൾട്ടാണ് നമ്മൾ കണ്ടത്. വീഡിയോ ഒരു കവുങ്ങ് കൃഷി നമുക്കൊന്ന് പരിശോധിക്കാം. 800 കവുങ്ങിന് ഇപ്പം ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മരുന്ന്. നല്ല റിസൾട്ടാണ് ഇത്. ഒരു പുള്ളിക്കുത്തോ ഒരു മഞ്ഞപ്പോ ഒന്നുമില്ല ഇതിന്. ഈ കവുങ്ങിൻ്റെ വെച്ചപ്പോൾ തൊട്ട് ഇത് ഒഴിച്ചതാണ്, യാതൊരു കുഴപ്പമില്ല, നല്ല ഇതാണ്. അതേസമയം അയൽവക്കത്തെ പറമ്പിലെ കവുങ്ങ് വലിയ കവുങ്ങും എല്ലാം കാണാൻ മുഴുവൻ മഞ്ഞപ്പാണ്. അപ്പം അങ്ങനെയാണ് ആൾക്കാർ പറഞ്ഞത് വിജയിക്കാറാണ്. പക്ഷെ അപ്പം നമ്മളൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് ചെയ്തതാണ്. തീർച്ചയായും ഇത്തരം ചലഞ്ചുകൾ ഏറ്റെടുക്കാൻ നമ്മളും കൂടെ തയ്യാറാവുന്നതുകൊണ്ടാണ് കാർഷിക മേഖലയിൽ നെറ്റ്സർഫ് വലിയൊരു വിപ്ലവമാവുന്നത്. നമുക്ക് ഈ കവുങ്ങ് കാണുമ്പോൾ തന്നെ സന്തോഷ, ഈ കവുങ്ങ് എത്ര മാസം പ്രായമായതാണ്? ഇത് ഇപ്പം 15 മാസമായി നമ്മൾ കുഴി വെച്ചിട്ട്, ഒരു പ്രായമുള്ളത്. ഓക്കെ, 15 മാസം പ്രായമായ ഒരു കവുങ്ങിൻ്റെയാണ് ഇതിൻ്റെ റിസൾട്ടാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും സന്തോഷന്റെ അഭിപ്രായത്തിൽ ഇത് നമുക്ക് അടുത്ത വർഷത്തേക്ക് ഒരു 100 കവുങ്ങ് കായ്പിക്കാം. ഉറപ്പായിട്ടും ചൊട്ടയിടും. അപ്പൊ അത്രയും ഒരു 3 വർഷം കൊണ്ട് കായ്ക്കുന്ന കവുങ്ങല്ലേ ഇത്. പക്ഷെ അതിന് മുന്നേ തന്നെ നമുക്ക് അതിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നുള്ളതാണ്. തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ കവുങ്ങ് കർഷകർക്കും അതുപോലെ തന്നെ തെങ്ങ് കർഷകർക്കും എല്ലാത്തിനും വലിയൊരു മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് പോവുകയാണ്. നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ തോട്ടം, അതിൻ്റെ ഒരു മാറ്റം നമുക്ക് ഈ തോട്ടത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഈ തോട്ടം ഫുള്ളായിട്ട് കാണാം. ഓരോ കവുങ്ങും നമുക്ക് അതുപോലെയുള്ള വളർച്ച വന്നിട്ടുണ്ട്. മഞ്ഞളിപ്പോ അല്ല അങ്ങനത്തെ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലാതെ തന്നെ. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വളപ്രയോഗത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ മൂലകങ്ങൾക്ക് വേണ്ടി NPK, വളപ്രയോഗത്തിന് ഷേത്ത്, അതുപോലെ തന്നെ ഗ്രോത്തിന് വേണ്ടി സ്റ്റിംറിച്ച് എന്ന 3 ഉൽപ്പന്നങ്ങളും 1 ലിറ്റർ വെള്ളത്തിൽ 2 ml മിക്സ് ചെയ്ത് ഉപയോഗിച്ചതിന്റെ റിസൾട്ടുകളോടെയാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ബയോ90 എന്ന് പറയുന്ന ഒരു സ്പ്രെഡറായിട്ട് ഗമ്മറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന, സ്പ്രേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, ഇലകളുടെ pH ലെവലിനെയൊക്കെ നിലനിർത്താൻ വേണ്ടി സാധിക്കുന്ന, പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ബയോ90 എന്ന് പറയുന്നത്. ഇതൊരു സിലിക്കോൺ ബേസ്ഡ് ഉൽപ്പന്നമാണ്. ഇത് നമുക്ക് ഉപയോഗിക്കുന്ന 3 ലിറ്റർ വെള്ളത്തിൽ 1 ml എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇത് മിക്സ് ചെയ്ത് സ്റ്റിംറിച്ച് അതുപോലെ ഇൻടാക്റ്റിന്റെ കൂടെ നമുക്ക് ഇത് ഉപയോഗിക്കാം. അതുപോലെ അടുത്തൊരു ഉൽപ്പന്നമാണ് ഇൻടാക്ട് എന്ന് പറയുന്നത്. അത് നമ്മുടെ കീടപ്രതിരോധത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കണ്ണിൽ കാണുന്ന കീടങ്ങളെയും പുഴുക്കളെയും മാറ്റം വരുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നമാണ് നമ്മുടെ ഇൻടാക്ട് എന്ന് പറയുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml രീതിയിൽ നമുക്ക് ഇത് മിക്സ് ചെയ്യാം. അതോടൊപ്പം തന്നെ 1 ലിറ്റർ വെള്ളത്തിൽ 5 ml 10,000 ppm ഉള്ള വേപ്പെണ്ണ, നീം ഓയിൽ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇതിനെ സ്പ്രേ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും ഇത് സ്പ്രേ ചെയ്യേണ്ട ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ വാവിന്റെ പിറ്റേ ദിവസമാണ്. കാരണം വാവിന്റെ പിറ്റേ ദിവസമാണ് ഇലകളിലേക്ക് മുട്ടയിടുന്നതിന് വേണ്ടിയിട്ട് പുഴുക്കളുടെ കടന്നുകയറ്റം ഉണ്ടാകുന്നത്. അതിനെ ചെറുത്തു നിൽക്കുവാൻ വേണ്ടി അന്നേരം സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. ഈ കണ്ണിൽ കാണുന്ന ഇവയൊക്കെ മാറ്റം വരുത്തുവാൻ വേണ്ടി നമുക്ക് ഈ പറഞ്ഞ ഇൻടാക്റ്റിലൂടെ സാധിക്കുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് നമ്മൾ ഇന്ന് കർഷകർ ഏറ്റവും കൂടുതലായിട്ട് അനുഭവിക്കുന്ന മറ്റൊരു പ്രോബ്ലമാണ് ഫംഗസിന്റെയും വൈറസിന്റെയും ബാക്ടീരിയൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിനെ നമുക്ക് നേരിടാൻ വേണ്ടി സാധിക്കുന്ന ഒരു പ്രിവെന്റീവ് മെഡിസിൻ ആണ് റാപ്പപ്പ് എന്ന് പറയുന്നത്. റാപ്പപ്പ് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ 5 ml രീതിയിലാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. ഇത് അഡ്വാൻസ്ഡ് നാനോ ടെക്നോളജിയിലൂടെ നിർമ്മിച്ച ഒരു ഉൽപ്പന്നമാണ്. ഇത് നമുക്ക് മഹാളിയിൽ നിന്നും, അഴുകളിൽ നിന്നും, ചീച്ചലിൽ നിന്നും തുടങ്ങി പലതരത്തിലുള്ള ഫംഗസ് കൊണ്ടുണ്ടാകുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടുവാൻ വേണ്ടി സാധിക്കുന്നു. അതോടൊപ്പം തന്നെ സസ്യത്തിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുവാനും റാപ്പപ്പിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉൽപ്പന്നമാണ് എൻകൗണ്ടർ എന്ന് പറയുന്നത്. എന്താണ് എൻകൗണ്ടർ? എൻകൗണ്ടർ എന്ന് പറയുന്നത് നമ്മുടെ കളനാശിനിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഓർഗാനിക് ഉൽപ്പന്നമാണ് എൻകൗണ്ടർ എന്ന് പറയുന്നത്.
ഇന്നൊരു പക്ഷേ പലപ്പോഴും പലരും ഇങ്ങനെ ഉപയോഗിക്കുന്നത് നമ്മുടെ റൗണ്ടപ്പ് പോലുള്ള നിരോധിച്ച വസ്തുക്കൾ ഇന്ന് കളനാശിനിയായിട്ട് ഉപയോഗിക്കുന്നു. അതിനൊക്കെ നമ്മുടെ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും ഒക്കെ ഭീകരമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രോബ്ലംസും ഇല്ലാതെ മനുഷ്യനെയും ജീവജാലങ്ങൾക്കും മറ്റ് മണ്ണിനോ ഒരു പ്രോബ്ലംസും സസ്യങ്ങൾക്കും ഒരു പ്രോബ്ലംസും ഇല്ലാത്ത രീതിയിൽ നമുക്ക് വീട് മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് എൻകൗണ്ടർ എന്ന് പറയുന്നത്. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ വീടിന്റെ വലിപ്പത്തിനനുസരിച്ച് 20 മുതൽ 30 ml വരെ മിക്സ് ചെയ്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വീട്, അതായത് കള നമുക്ക് ഇത് കരിഞ്ഞു പോയി പെട്ടെന്ന് തന്നെ ഉണക്കി കളയുന്നില്ല, മരിച്ചതിനെ അഴുകി മണ്ണിലേക്ക് ചേർത്ത് അതിനൊരു വളമാക്കി മാറ്റുവാൻ വേണ്ടി എൻകൗണ്ടർ എന്ന് പറയുന്ന ഉൽപ്പന്നത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയുമാണ് നമ്മുടെ വളപ്രയോഗത്തിൽ നമുക്ക് വരുന്ന ഘടകങ്ങൾ. നമ്മുടെ വളപ്രയോഗ മൂലകങ്ങൾക്ക് വേണ്ടിയും വളപ്രയോഗത്തിന്റെ ഗ്രോത്തിന് വേണ്ടി, നമ്മുടെ കീടങ്ങൾക്ക് വേണ്ടി, ഫംഗസിന് വേണ്ടി, വീട് നമ്മുടെ കളനാശിനിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവയെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ 1 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കെമിക്കൽ ഉപയോഗിച്ച ഡ്രമ്മുകളോ സ്പ്രേകളോ അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. മണ്ണിലേക്ക് പൂർണ്ണമായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ബന്ധപ്പെട്ട വ്യക്തികളുമായി അന്വേഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പക്ഷി മൃഗാദികൾക്കും കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് CFC+ എന്ന് പറയുന്നത്. 36-ലധികം വിറ്റമിൻസും പ്രോട്ടീൻസും എൻസൈംസും ഹെർബ്സും പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സും മിനറൽസ് ആൻഡ് ട്രേസ് എലമെന്റ്സും ന്യൂട്രിയൻസും അടങ്ങിയ ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ CFC+ എന്ന് പറയുന്നത്. വിറ്റമിൻ എയും D3യും Eയും അതുപോലെ തന്നെ ശതാവരി, മേത്തിയും, വിധാരീകണ്ഠൻ, ജീവന്തി അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ അടങ്ങിയ ഒരു ഘടകമാണ് CFC+ എന്ന് പറയുന്നത്. പശുക്കൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 10 മുതൽ 15% വരെ പാലിന്റെ വർധനവുണ്ടാകുന്നു. അതുപോലെ തന്നെ കൊഴുപ്പിൽ മാറ്റം ഉണ്ടാകുന്നു, പാലിന്റെ റീഡിങ്ങിൽ മാറ്റം ഉണ്ടാകുന്നു, കൂടുതൽ പശുക്കളുടെ ആരോഗ്യം കൂടുതലായിട്ട് മെച്ചപ്പെടുത്തുന്നു, ചാണകത്തിൽ പോലും മാറ്റം ഉണ്ടാകുന്നു, കംപ്ലീറ്റ്ലി മെറ്റബോളിസം ചേഞ്ച് ആയി നല്ലൊരു ആരോഗ്യപ്രദമായ പശുപരിപാലനം നമുക്ക് നടത്തുവാൻ വേണ്ടി സാധിക്കുന്നു. കോഴികൾക്ക് നമുക്ക് കൊടുക്കാം. പശുക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ 10 മുതൽ 15% വരെ പാലിന്റെ വർധനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. 10 മുതൽ 15 ഗ്രാം വരെ നമുക്ക് പശുക്കൾക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഫിഷ് ഫാമിംഗ് ചെയ്യുന്ന ഒരു സംസ്ഥാനം എന്നത് കേരളമാണ്. ആ ഫിഷ് ഫാമിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഓർഗാനിക് ഫിഷ് ഫാമിങ്ങിന് വേണ്ടി നമ്മുടെ മീനുകൾക്ക് കൊടുക്കാനുള്ള ഫീഡ് സപ്ലിമെന്റ് അക്വാ ഫീഡ്, നമ്മുടെ വെള്ളം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അക്വാ ക്ലിയർ, മണ്ണിന്റെ pH ലെവൽ പോലെ തന്നെ ജലത്തിന്റെ pH ലെവൽ കൺട്രോൾ ചെയ്യാനുള്ള അക്വാ കൾച്ചർ എന്നിങ്ങനെ 3 ഉൽപ്പന്നങ്ങളും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിഷ് ഫാമിങ്ങിലൂടെ ഉള്ള ഉൽപ്പന്നങ്ങൾ നമ്മളിലേക്ക് ആവുന്നത്. അത് തന്നെ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങൾക്കും കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന തികച്ചും നാച്ചുറലായ, ഹെർബലായ, ആയുർവേദിക്കായ ഓർഗാനിക് ഉൽപ്പന്നങ്ങളെയാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത്. പ്രിയമുള്ള സ്നേഹിതരെ, പ്രിയമുള്ള കർഷക സുഹൃത്തുക്കളെ, കാർഷിക മേഖലയിൽ വലിയൊരു മാറ്റങ്ങളാണ് ഇന്ന് നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുക, അതിലുപരി ഉപയോഗിച്ചതിന് ശേഷം മറ്റുള്ളവർക്ക് റെഫർ ചെയ്ത് കൊടുക്കുക. ഇന്നുള്ള എല്ലാ വിളകളിലേക്കും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. ഓരോ ലാംഗ്വേജിലും ഓരോ ഭാഷയിലും നിങ്ങൾക്ക് നെറ്റ്സർഫിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് എടുത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഭാഷയിലുള്ള, ഇന്ത്യയിലുള്ള ഏത് ഭാഷയിലേക്കും അതിന്റെ റിസൾട്ടും അതിന്റെ പ്രൊഡക്റ്റ് നോളജും നമുക്ക് ലഭിക്കുന്നതാണ്. അത്രയും ക്രെഡിബിലിറ്റി ഉള്ള ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകരിച്ച ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് കാർഷിക മേഖലയിൽ വൻ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഓർഗാനിക് കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്തുവാൻ വേണ്ടി സാധിക്കുന്നു. അത് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി എന്ന് പറഞ്ഞുകൊണ്ട് ആപ്തവാക്യത്തെ ഇടനെഞ്ചിലേറ്റിക്കൊണ്ട് നമുക്ക് ഒരു കൈയായി നമുക്ക് പ്രവർത്തിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു അവസരം കേട്ടുന്ന എല്ലാവർക്കും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഇനി നമ്മളോട് സംവദിക്കുന്നത് പ്രിയപ്പെട്ട അനീസ് സാറാണ്. കഴിഞ്ഞ 1.5-2 വർഷക്കാലമായി നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് കൂടുതലായിട്ടുള്ള റിസൾട്ട് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ച പ്രിയപ്പെട്ട അനീസ് സാറിനെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് നിങ്ങൾ മനസ്സിലാക്കുക, അദ്ദേഹം ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയത് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഓവർ ടു യു അനീസ് സാർ. ഹലോ, നമസ്കാരം. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ സാർ. ഓക്കെ. ഹലോ, എൻ്റെ പേര് അനീഷ് എന്നാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയാണ് എൻ്റെ സ്വദേശം. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ. കണ്ടിന്യൂ സാർ, പ്ലീസ്. അനീഷ് സാർ, കണ്ടിന്യൂ കറോ. ഓക്കെ. ഞാൻ ഇതിലേക്ക് വരാനുള്ള കാരണം, ഞാൻ പാലക്കാട് ഒരു കൃഷിയുമായി ബന്ധപ്പെട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ സുഹൃത്താണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തന്നെ. അങ്ങനെ ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിച്ചു, കുഴപ്പമില്ലാന്ന് കണ്ടെത്തി. അപ്പൊ നമ്മൾ അടുത്ത പടി ഇതിനെങ്ങനെ ഒരു ബിസിനസ് ആക്കി മാറ്റാം,
അതിനുവേണ്ടി ഇതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്തു, കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ഇറങ്ങിയത് നെൽകൃഷിയിലേക്കാണ്. നെൽകൃഷിയിൽ തുടക്കത്തിൽ ഞാൻ ഉപയോഗിച്ച രീതികളിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ ആ റിസൾട്ട് കിട്ടാൻ വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും അതിലേക്ക് എക്സ്പീരിയൻസ് നടത്തി. അപ്പൊ അങ്ങനെ വന്നപ്പോ എനിക്ക് കിട്ടിയ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാല് നെല്ലില് ഉണ്ടായിരുന്ന ഇപ്പൊ ഉമ പോലുള്ള നെല്ലിലൊക്കെ നമുക്ക് ഏകദേശം 2800 കിലോ അല്ലെങ്കിൽ ഒരു 3100 കിലോ വരെ നമുക്ക് ഒരു ഏക്കറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൊന്മണിയിലൊക്കെ ഒരു 4200 കിലോ വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന നെല്ലിന് നല്ല കളറും നല്ല ഗ്രോത്തും അതേപോലെ നല്ല വെയിറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പൊ കീടങ്ങളുടെ കുറവ് അങ്ങനെയുള്ള പല എക്സ്പീരിയൻസ് നമുക്ക് കിട്ടി. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇത് തന്നെ നമ്മൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലേക്കായിട്ട് വ്യാപിക്കാം. അങ്ങനെയാണ് ആലപ്പുഴ അല്ലെങ്കിൽ പാലക്കാട്, തൃശ്ശൂർ ജില്ലയിൽ പല സ്ഥലത്തായിട്ട് നമ്മൾ ഇതിന് കഴിഞ്ഞ സീസണിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇതിനെ കുറച്ചും കൂടി മറ്റുള്ള ക്രോപ്പിലേക്ക് എങ്ങനെ കിടക്കാം. അപ്പൊ അതിലേക്ക് നോക്കിയപ്പോൾ ആദ്യം കിട്ടിയത് ജാതിയാണ്. ജാതിയില് നമുക്ക് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന നമ്മുടെ ആൾക്കാരൊക്കെ പറഞ്ഞ റിസൾട്ട് എന്ന് വെച്ചാല് നമുക്ക് ജാതിയിലെ കൊമ്പ് കരിച്ചില്, ഇല കൊഴിച്ചില്, ജാതിക്കയുടെ കൊഴിച്ചില് അങ്ങനെ ഒത്തിരി റിസൾട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഞാനത് ഉപയോഗിച്ച് റിസൾട്ട് കണ്ടെത്തിയതിന് ശേഷം മാത്രമേ അത് പ്രൊമോട്ട് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ ഞാനത് തുടക്കം കുറിച്ച് ആദ്യം തന്നെ എനിക്ക് ഒരു സൈറ്റ് കിട്ടിയെന്ന് വെച്ചാല് ഫുള്ള് ഇലകൾ പോയ ഒരു സൈറ്റ് ആയിരുന്നു കിട്ടിയത്. അപ്പൊ ഈ ക്രിസ്മസിനൊക്കെ നമ്മള് ട്രീ പെയിന്റ് അടിച്ച് നിർത്തുമല്ലോ, അതേപോലത്തെ ഒരു മരമായിരുന്നു, ഒരു 50 വർഷം പഴക്കമുള്ളത്. അപ്പൊ ആ പുള്ളി പറഞ്ഞതിന് റിസൾട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് 60 ഏക്കർ സ്ഥലമുണ്ട്, നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആന്റിവൈറൽ എന്ന പ്രൊഡക്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഒരു മാസ്റ്റർ പീസ് പ്രൊഡക്റ്റാണ് ആന്റിവൈറൽ. അത് അടിച്ച് കൃത്യം 15 ദിവസമായപ്പോഴേക്കും അതിലേക്ക് ഇലകൾ കിളിർത്ത് വന്നു തുടങ്ങി. പിന്നെ ഒരു 10-20 ദിവസമായപ്പോഴേക്കും നമ്മൾ വളം കൂടി ചെയ്തു. അതിന്റെ അടിയിലേക്ക് NPK, മൈക്രോന്യൂട്രിയൻസ്, ഗ്രോത്ത് പ്രൊമോട്ടർ, LMK അടിച്ചു കൊടുത്തു. അപ്പൊ ഒരു 25 ദിവസമായപ്പോഴേക്കും ഇലകളൊക്കെ വലുതായി വന്നു. അതെങ്ങനെ ഓരോ ഓരോ 10 ദിവസം ഞാൻ വായിച്ചു കഴിയുമ്പോൾ ഇലകള് മുന്നുണ്ടായിരുന്ന ഇലയേക്കാളും നല്ല ഭംഗിയിലും നല്ല വലിപ്പത്തിലുള്ള ഇലകളായി. പിന്നെ അതിൽ നിറച്ച് ഫ്ലവറിങ് ആയി. പിന്നെ ആ ഫ്ലവറിങ് നല്ല കായപിടുത്തത്തിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ റിസൾട്ട് കിട്ടിയപ്പോ ആ പുള്ളിയുടെ 1.5 ഏക്കർ എടുത്ത് തന്നു, 17 ഏക്കർ തന്നു, ഇപ്പൊ 60 ഏക്കറിലേക്ക് ഞാൻ കടന്നു. ഇപ്പൊ ഞാൻ ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ട് ഇപ്പൊ കേരളത്തില് ഇവരുടെ റെക്കമെൻഡിൽ പല പല ആൾക്കാരുകളും ഇപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. ഇങ്ങോട്ട് വിളിച്ചിട്ട് അവർ പല കംപ്ലൈന്റ്സ്, അതായത് ഇപ്പൊ ജാതിയിൽ മെയിൻ കംപ്ലൈന്റ് വൈറലിന്റെ ഫംഗലിന്റെയും ഇൻഫെക്ഷൻ ആണ്. അതായത് ഇപ്പൊ പുതിയൊരു മാറാല എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരുന്നുണ്ട്, വെള്ള ഒരു മാറാല. പിന്നെ ഒരു പൊടി വരുന്നുണ്ട്, അത് മുടിയുടെ കംപ്ലൈന്റ് വരുന്നുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ നമ്മൾ ഈ ആന്റിവൈറൽ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു 15-20 ദിവസം കൊണ്ട് കംപ്ലീറ്റ് അതായത് അതിനെ തുടച്ചു മാറ്റുകയാണ് ചെയ്യണത്. അത്രയും റിസൾട്ട് കിട്ടി കഴിയുമ്പോൾ നമുക്കും ഒരു കോൺഫിഡൻസ് കൂടി കൂടി വരികയാണ്. അങ്ങനെ ഇപ്പൊ ശരിക്കും പറഞ്ഞ കേരളത്തിൽ തന്നെ ഒരു 3-4 ജില്ലകളിൽ ഞാൻ ഈ ബിസിനസ് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം. ഇപ്പൊ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതിനെ ഒരു ട്രഡീഷണൽ രീതിയിലേക്ക് വലിയ വോളിയത്തിലേക്കും, അതേപോലെ എന്റെ കൂട്ടത്തിൽ പല ആൾക്കാരും ഞാൻ ഇത് പഠിപ്പിച്ച് അവരിലേക്കും ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ വന്നു നിൽക്കുന്നത് ഇപ്പൊ പൈനാപ്പിളില് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് വന്നിട്ടുണ്ട്. അതേപോലെ തെങ്ങിലും അടയ്ക്കാമരത്തിലൊക്കെ നല്ല എക്സ്പീരിയൻസ്. അതായത് തൈകളൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു 4 മാസം അടിച്ചിട്ട് 4 മാസം കഴിഞ്ഞ് അടുത്ത 4 മാസത്തിൽ വളം പ്രയോഗിക്കാൻ ചെല്ലുമ്പോൾ ആ തൈകളുടെയൊക്കെ വലിപ്പം കണ്ട് നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. അത്രയും നമുക്ക് പലരും പറയാറുണ്ടെങ്കിലും നമ്മൾ ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്തിയ റിസൾട്ട് അതാണ് എന്റെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഇപ്പൊ റബ്ബറിലേക്ക് എല്ലാവരും പറഞ്ഞു 20 ദിവസം കൊണ്ടൊക്കെ DRC കൂടുന്നൊക്കെ പറഞ്ഞിട്ടെങ്കിലും ഞാൻ അത് ഇവിടെ ഒരു സൊസൈറ്റിയിൽ കൊടുത്ത് പ്രസിഡന്റിന്റെ സ്ഥലത്ത് തന്നെ ഉപയോഗിച്ച് റിസൾട്ട് കണ്ടെത്തി കഴിഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോ ആ സാധനത്തിൽ എനിക്ക് തന്നെ, അതായത് 20 ദിവസം കഴിഞ്ഞിട്ടും 40 ദിവസം കഴിഞ്ഞിട്ടും 60 ദിവസം കഴിഞ്ഞിട്ടും ഇതിന്റെ DRC 38-40 DRC ഒരു 4-5 മാസം കഴിഞ്ഞിട്ട് DRCയിൽ വ്യത്യാസമൊന്നുമില്ല. ആ സമയത്ത് ഇലകൾ ഉണ്ടായിരുന്നില്ല, അതേപോലെ തന്നെ വെള്ളത്തിന്റെ ഭയങ്കര ഷോർട്ടേജ് ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും റബ്ബറിലൊക്കെ ഭയങ്കര ഗംഭീര റിസൾട്ട്. അത് എനിക്ക് തോന്നുന്നു അത്രയ്ക്കും അവർക്ക് പോലും ഇതേപോലത്തെ ഒരു റിസൾട്ട് കിട്ടില്ല. അപ്പൊ നമ്മൾക്ക് കർഷകരിലേക്ക് നമ്മൾ ഇതിന്റെ പ്രൈസ് പറയുമ്പോൾ ആദ്യം വലിയ ഇതായിട്ട് തോന്നിയാൽ പോലും ഇപ്പൊ എന്റെ ഒരു ഭാഷയിൽ പറയും 5000 മുടക്കി 20,000 കിട്ടണമെങ്കിൽ 5000 മുടക്കണം. ഇപ്പൊ ഞാൻ ആ രീതിയിലാണ് പറഞ്ഞത്. നമ്മൾ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് റിട്ടേൺസ് കിട്ടുന്നുള്ള രീതിയിലാണ് ഞാൻ പോളിസിയിലാണ് ഇപ്പൊ ചെയ്യുന്നത്. ഞാനിപ്പോ ചെയ്തത് അടുത്ത മേഖല ഇപ്പൊ TSTയിലേക്ക് വരെ നമ്മളിപ്പോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സാമ്പിളിങ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ TSTയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ കമ്പനിയെ കുറിച്ചും നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ അവര് നമ്മളെക്കാളും കൂടുതൽ സ്റ്റഡി ചെയ്താ അവർ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കംപ്ലീറ്റ് നെറ്റ് സെർച്ച് ചെയ്തല്ല അവിടെ ഉണ്ടാവുന്ന ഒരു പെറ്റ്സിനെ വരെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ ഇൻഡാക്ടിന് കഴിയുന്നു അവർ ഇങ്ങോട്ട് പറഞ്ഞു തരാൻ. അപ്പൊ അവിടെ ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ അവര് പറഞ്ഞ അവര് രാസവളങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അവരുടെ രാസവളത്തിന്റെ അതേ സെയിം റേറ്റ് തന്നെ നമ്മുടെ പ്രൊഡക്റ്റിന് വരുന്നുള്ളൂ. അതേപോലെ അവര് ഇൻഡാക്ട് ഒക്കെ 1200-1500 റേറ്റ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു വിഷയമല്ല.
അതുപോലെ റാപ്പപ്പ്, ഇത് ഈ 3 പ്രൊഡക്റ്റ് അവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രോഡക്ട്സ്. അപ്പൊ അതൊരു എസ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത് 400 ഏക്കറാണ്. 400 ഏക്കർ എന്നൊക്കെ പറയുമ്പോൾ ഒറ്റ പർച്ചേസ് തന്നെ 60 ലക്ഷം രൂപയുടെ ബിസിനസ് വരുന്നത്. അപ്പൊ അങ്ങനെ വലിയൊരു ട്രഡീഷണൽ ലെവലിലേക്ക് പോലും എത്താൻ ഇപ്പൊ അതിൽ നിന്നൊക്കെ മാറി ഒത്തിരി ഒത്തിരി വലിയ വലിയ തോട്ടങ്ങളും ആ രീതിയിലേക്കൊക്കെയാണ് ഇപ്പൊ എന്റെ ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിപ്പോ ഞാൻ ഇപ്പൊ ചെറുതായിട്ട് ഒരു കൃഷിയിൽ സ്റ്റാർട്ട് ചെയ്ത സംഭവത്തിന് ഇപ്പൊ വലിയ രീതിയിൽ ഒരു ടേൺ ഓവർ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ലെവലിലേക്ക് എത്തി. അപ്പൊ അത് എന്റെ ഒരു സ്ലാങ്ങിൽ എന്റെ ഒരു റിയാക്ഷൻ, അതായത് റിയാലിറ്റിയാണ് ഞാനത് പറഞ്ഞത്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതലും ഇതിനകത്ത് വന്ന ആൾക്കാർ പഠിക്കുക, ബിസിനസിനെ കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചും പഠിക്കുക, ബിസിനസ് ആയിട്ട് എടുക്കേണ്ട ആൾക്കാർക്ക് അതിനെക്കുറിച്ച് എടുക്കുക. അതിൽ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയുകയാണെങ്കിൽ ആ രീതിയിൽ എടുത്തിട്ട് എന്തുകൊണ്ടും നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ്. കാരണം ഇക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സ് അല്ലെങ്കിൽ 100% ഓർഗാനിക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടും പ്രൊമോട്ട് ചെയ്യണം. കാരണം ഇപ്പൊ ഈ പ്രാവശ്യം യൂറിയ ഇല്ല. ഇപ്പൊ മിക്ക പാടത്തും യൂറിയയുടെ ഭയങ്കര ഷോർട്ടേജാ. അപ്പൊ തന്നെ മുന്നേ നമ്മൾ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് യൂറിയ ഷോർട്ടേജ് വരും, ഈ വില്ലേജ് ആയിട്ടുള്ള വളങ്ങൾ, രാസവളങ്ങൾ ഷോർട്ടേജ് വരും, സബ്സിഡി എടുത്തു കളഞ്ഞു. ഇപ്പൊ നിലവിലില്ല. ഇപ്പൊ കുറച്ചാൾ കഴിഞ്ഞ് ഇതേപോലെ തന്നെ പൊട്ടാഷ്യം, പേറ്റം പുസ്തകങ്ങൾ, പല വളങ്ങളും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. അപ്പൊ നമുക്ക് എന്തുകൊണ്ടും ഒരു ചാൻസ് ഇപ്പൊ ഇപ്പൊ നമ്മുടെ മുന്നിൽ കിടക്കാണ്. അപ്പൊ അത് മാക്സിമം പ്രൊമോട്ട് ചെയ്ത് അതിനെ വേണ്ട രീതിയിൽ ഡെവലപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല രീതിയിൽ ഇതിൽ ഒരു സക്സസ് ആവാൻ പറ്റും. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ശരിക്കും പറഞ്ഞ ഇപ്പൊ വഴിയിലാണ്. അതാണ് ചെറിയൊരു വെളിച്ചത്തിൽ കാറിൽ തന്നെ ഇരുന്നിട്ട് സംസാരിക്കുന്നത്. അത്രയും നല്ല ബിസിയാണ്. കാരണം എനിക്കിപ്പോ എന്താ പറയുക, ഒരു കോണ്ടാക്ട് ഉണ്ട്. അതായത് ഇപ്പൊ നമുക്കിത് അപ്ലൈ ചെയ്യാനും ടീമുണ്ട്, ലേബേഴ്സ് ഉണ്ട്, അതുപോലെ വോളിയം ബേസ്ഡ് ഇൻസെന്റീവ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പൊ കേരളത്തിൽ ഇത് നമ്മൾ തുടക്കമാണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ആൾക്കാർ ത്രൂ മാക്സിമം ലെവലിലേക്ക് പ്രൊമോട്ട് ചെയ്യുക, മാക്സിമം ബിസിനസ് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനുള്ള ഇത്. അപ്പൊ എല്ലാവർക്കും നല്ല ശുഭരാത്രി നേരുന്നു. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു അനീസ് സർ. വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിന്റെ രീതികൾ ഇന്നിപ്പോ ലേബർ അടക്കമായിക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് ഒരു ഓർഗാനിക് ഫാമിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം മാറിയിരിക്കുകയാണ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. ഓക്കെ, എനിവേ 2 മിനിറ്റ് നേരം, നമുക്ക് 9:29 2 മിനിറ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതിനുള്ള ഒരു ടൈമിംഗ് ആണ്. സോ അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് സംസാരിക്കാം. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഹലോ, നമസ്കാരം. ഒന്ന് പേരും സ്ഥലവും പറഞ്ഞോളൂ. എൻ്റെ പേര് അനിൽകുമാർ, ചായപ്പൻകുഴി സ്ഥലം. എവിടെ സ്ഥലം? ചായപ്പൻകുഴി, ഡിസ്ട്രിക്ട് പറയൂ. തൃശ്ശൂർ. ഓക്കെ. ഇപ്പൊ സംസാരിച്ചാൽ തൃശ്ശൂരിലായിരുന്നു. ഓക്കെ സാർ, പറയൂ. ഓക്കെ, ഇതില് പുതിയൊരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്, എൻകൗണ്ടർ എന്ന് പറഞ്ഞ്. ആ പ്രൊഡക്റ്റിന്റെ യൂസേജ് കറക്റ്റ് ആയിട്ടൊന്ന് പറയാമോ? എൻകൗണ്ടർ എന്ന് പറയുന്നത് പുതിയ പ്രൊഡക്റ്റ് അല്ല. അത് നമ്മുടെ സാറ് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടോ? കുറച്ചൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഏതിനാ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നേ? ഏതൊക്കെ വിളകൾക്കാ ഉപയോഗിച്ചത്? നെല്ല്, ജാതി, എങ്ങനെയുണ്ട് റബ്ബർ. ഉപയോഗിച്ചു കഴിഞ്ഞ ശേഷം? ഉപയോഗിച്ചിട്ട് ഈ പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ചില്ല. ഇതിപ്പോ എൻകൗണ്ടർ ഇപ്പൊ ഞാൻ ഇപ്പൊ കുറെ എൻകൗണ്ടർ അല്ല, നാളുകൾക്ക് ബാക്കിയുള്ളത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട്? ബാക്കി ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് ആണുള്ളത്. നല്ല റിസൾട്ട് ആണല്ലേ, താങ്ക് യു. എൻകൗണ്ടർ എന്ന് പറയുന്നത് വീട് മാനേജ്മെന്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് ഉൽപ്പന്നമാണ്. അത് നമ്മുടെ കമ്പനിക്ക് മുന്നേ ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അത് നമുക്ക് സ്റ്റോക്ക് പോയിന്റ് ത്രൂ കിട്ടില്ല, അത് കമ്പനിയിൽ നേരിട്ടാണ് കിട്ടുക, വേൾഡ് ആപ്പ് ത്രൂ ആണ് കിട്ടുക. അതിന്റെ ഉപയോഗം അത് എങ്ങനെയാ, അത് എന്തിനാണ് 1 ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിക്കുന്നത്? 20 മുതൽ 30 ml വരെ, അത് വീടിന്റെ സൈസിനനുസരിച്ച് 20 മുതൽ 30 ml വരെ മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. വീട്ടിൽ കളനാശിനിക്ക് വേണ്ടി ഉപയോഗിക്കാം. അത് നെൽകൃഷിക്കൊന്നും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല. നമുക്ക് വലിയ വിളകൾ, ഇപ്പൊ വാഴത്തോട്ടം, അതുപോലെ തന്നെ തെങ്ങിൻ തോട്ടം, ജാതിത്തോട്ടത്തിലുള്ള വീട് മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. നെൽകൃഷിയിലേക്ക് പറ്റില്ല അല്ലെ? ഇല്ല, നെൽകൃഷിയിലേക്ക് പറ്റില്ല. ഓക്കെ, സംശയം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു സർ.
ഓക്കെ ഓക്കെ, നെൽകൃഷിക്ക് പറ്റുമെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ചോദിച്ചത്. ഇല്ല നെൽകൃഷിക്ക് ഇത് പുല്ലിനെ മാനേജ് ചെയ്യുന്നതാണ്. അപ്പോൾ നെൽകൃഷിയിൽ അതൊരു പുല്ലിന്റെ ഒരു ഇതിൽ വരുന്നതാണല്ലോ. അപ്പൊ അതിനെയും കൂടെ നശിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് നെൽകൃഷിക്ക് നമുക്ക് സാധിക്കില്ല. കളനാശിനി എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഓക്കെ. ചോദിച്ചത്. കളകളാണ് ഇപ്പൊ വിളകളെ തിന്നുന്നത്. അപ്പൊ അത് കള നശിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റ് അതെ ഉണ്ടെങ്കിൽ നമുക്കത് നല്ല സെയിലായി മാറ്റാൻ പറ്റും. നെല്ലിന് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല. ബാക്കി നമുക്ക് എല്ലാ വിളകൾക്കും ഉപയോഗിക്കാം. ഓക്കെ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പെട്ടെന്ന് പറയാം. 32 നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾക്ക് നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളെ ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ച ആളുമായിട്ട് ബന്ധപ്പെടാം. അല്ലെങ്കിൽ ആർക്കെങ്കിലും നമ്പർ ആവശ്യമുണ്ടെങ്കിൽ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് തരാം. ഓക്കെ നിതീഷ് സാർ, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, വേറെ ആർക്കും ഒന്നുമില്ലെന്ന് തോന്നുന്നു. എല്ലാവരും ഇത് ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഇതിൽ പറയാനുള്ളൂ. സംശയങ്ങൾ നമുക്ക് നിരവധിയായിട്ടുള്ളത് ഉണ്ടാവും. സംശയങ്ങളെല്ലാം ദൂരീകരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള സംശയങ്ങൾ പല രീതിയിലുണ്ടാവും. പക്ഷെ ഞാൻ ഇപ്പോഴും ചോദിക്കുകയാണ്, നമ്മുടെ രാസവളങ്ങളോ മറ്റു വളങ്ങളോ ഒരു വളക്കടയിൽ പോയി നമ്മൾ വാങ്ങിക്കുവാൻ വേണ്ടി തയ്യാറാവുമ്പോൾ നമ്മൾ ഈ സംശയങ്ങൾ ചോദിച്ചിട്ടാണോ വാങ്ങിക്കുന്നത്? എന്തുകൊണ്ട് ഇത്രയും റിസൾട്ട് വരുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഇത്ര സംശയത്തോടുകൂടി വീശിയോണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു ചോദ്യം എല്ലാവരിലേക്ക് വിടുകയാണ്. കാരണം ആ ചോദ്യമല്ല, മറിച്ച് നമുക്ക് വളരെയധികം റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. നമ്മുടെ PK ജോസ് സാറൊക്കെ എവിടേക്ക് ഏകദേശം 16 ഏക്കർ തോട്ടത്തിലേക്ക് 15-16 ഏക്കർ തോട്ടത്തിലേക്ക് സമ്മിശ്ര കർഷകനായിട്ട് 50 മുതൽ 100 വിളകൾക്കപ്പുറം കൃഷി ചെയ്യുന്ന വ്യക്തിയാണ്. സമ്മിശ്ര കർഷകനുള്ള അവാർഡ് നേടിയ വ്യക്തിയാണ്. അദ്ദേഹം പോലും ഇന്ന് ഈ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിന് തോട്ടത്തിൽ പോയി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഏകദേശം 50,000 രൂപയിൽ മുകളിൽ വേണം ഒരു തവണ വളപ്രയോഗം ചെയ്യണമെന്നുണ്ടെങ്കിൽ. അത് ഇപ്പൊ ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ മൊത്തത്തിൽ. അപ്പൊ അത്തരത്തിലാണ് ആൾക്കാർ ഇത് ഏറ്റെടുക്കുന്നത്. ഉപയോഗിച്ച് ഏകദേശം അദ്ദേഹമൊക്കെ ഒരു 50-60 വർഷത്തെ കാർഷിക മേഖലയിലെ പ്രവൃത്തി പരിചയം കൂടിയുള്ള വ്യക്തികളാണ്. അത്തരത്തിലുള്ള വ്യക്തികളാണ് ഇതൊക്കെ ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ്. ജോസ് സാർ നമസ്കാരം. നമസ്കാരം. ശരിയാണ്, ജോസ് സാറിനെ പോലുള്ള, കാരണം നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളും അതിലൂടെയുള്ള റിസൾട്ടുകളാണ്. പക്ഷെ കാർഷിക മേഖലയിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജോസ് സാറിനോടൊക്കെ ചോദിക്കാം. നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു മാതൃകയായിട്ട് ജോസ് സാറിനൊക്കെയാണ് കാണിച്ചു കൊടുക്കുക. എല്ലാ വിളകൾക്കും കൊടുത്ത റിസൾട്ട് കിട്ടിയ ഒരു വ്യക്തിയാണ്. എല്ലാ വിളക്കും കൊടുത്താണ്. ഞാൻ ഇതിനുമ്പ് എല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ഇത് പുതിയ ആൾക്കാരുടെ കമന്റാണ്. ഇത് 50 വർഷത്തെ ഞാൻ ഇത്ര നാൾ എനിക്ക് ഇത്ര നല്ല വളം കിട്ടിയിട്ടില്ല. ഇത്രയും നല്ലതായ ഒരു വളമേ, ചെലവ് കുറവ്. എനിക്ക് അത് ഏറ്റവും വലിയ അഭിമാനം തോന്നുന്നത്, ഞാനടക്കം റബ്ബറിനൊന്നും ഞാൻ അത്ര കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് എങ്ങനെയാണെന്നല്ലോ. പക്ഷെ ജോസ് സാർ ഇത് റബ്ബറിന് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയെന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഇരിട്ടിയല്ല, ഇന്ന് കേരളത്തിൽ ഉടനീളം റബ്ബറിന് കൊടുക്കുവാൻ നമുക്ക് ഒരു കോൺഫിഡൻസ് എന്ന വ്യക്തിയാണ് ജോസ് സാർ. അതൊക്കെ വളരെ സന്തോഷമാണ് അദ്ദേഹത്തിന്റെ ആ ഒരു. ഞാൻ റബ്ബറിന് ആദ്യം ഞാൻ പരീക്ഷിച്ചു നോക്കിയല്ലോ. എല്ലാം പരീക്ഷ കൊടുത്ത് റബ്ബറും പരീക്ഷിക്കാന്ന് വിചാരിച്ചു. അപ്പൊ വിജയം കണ്ടു. സാധാരണ ഇതിനെ കൂടുതൽ ഇരട്ടി പാലൊക്കെയാണ് കിട്ടുന്നത് ആദ്യം. പിന്നീടാണ് അലക്സാർ പോലും, നമ്മുടെ 3.5 വർഷമായിട്ട് ഉപയോഗിക്കുന്ന അലക്സാർ ഉണ്ട് നമ്മുടെ കൂടെ കാസർഗോഡില്. അദ്ദേഹം പോലും റബ്ബറിന് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ജോസാർ മുഖാന്തരം ഞാനടക്കം അറിയുന്നത്. അദ്ദേഹം എന്താ വെച്ചാല്, ജോസാറിന്റെ ഒരു ക്വാളിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറഞ്ഞത്, ഞാൻ ഈ പ്രൊഡക്റ്റുമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ എത്തിയപ്പോ ഇത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ വ്യക്തിയിലൂടെയാണ് ഞാൻ അദ്ദേഹത്തിലേക്ക് എത്തുന്നത്. നമ്മുടെ ഉളിക്കലുള്ള ഒരു ജോസ് പൊഴിയത്ത് എന്ന് പറയുന്ന ആ സാറിന്റെ കൂടെയാണ് ഞാൻ അവിടെ എത്തുന്നത്. പക്ഷെ അദ്ദേഹം പ്രൊഡക്റ്റ് ആദ്യം ഉപയോഗിക്കുകയല്ല ചെയ്ത്, മറിച്ച് ഈ ഉൽപ്പന്നം ഉപയോഗിച്ച ഒരു 5-10 പേരെ വിളിച്ച് സംശയം ചോദിച്ച് അതില് കോൺഫിഡൻസ് വരുത്തിയതിനു ശേഷമാണ് ചെറിയൊരു ഭാഗത്ത് ഉപയോഗിച്ചത്. അത് മാത്രമല്ല, ഇന്നും സാറ് ഓരോ വ്യക്തികളോട് ചോദിച്ചതിന് ശേഷം അതിന്റെ ഇവാലുവേഷൻ നടത്തുന്നുണ്ട് എന്നുള്ളത്. പോയി കാണുകയും ചെയ്തു ഞാൻ പലതും. എന്നിട്ടാ ഇന്നിപ്പോ ഏഷ്യാനെറ്റിലെ കൃഷിദീപം പരിപാടിയിൽ പോലും നമ്മുടെ ഉൽപ്പന്നങ്ങൾ സാറ് പറഞ്ഞിട്ടുണ്ട്. അത് കൃഷി ഓഫീസർമാർ പോലും അത് ഏറ്റെടുത്തിട്ട് ഇപ്പൊ നമ്മളെ കൂത്തുപറമ്പിലെ കൃഷി ഓഫീസർ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് അല്ലേ സാർ? കിസാൻ കൃഷിദീപത്തിലെ 987 എന്റെ കൃഷി കാണാം, കാണുന്നവർക്ക് തോട്ടം മുഴുവനായി കാണാം. അതിൽ നമ്മുടെ ഉൽപ്പന്നം പറയുന്നുണ്ട്. അതല്ല, നമ്മുടെ കൂത്തുപറമ്പ് നമ്മുടെ തോട്ടം നോക്കാൻ വേണ്ടി വന്ന നമ്മുടെ ഒരു വലിയ മുതിർന്ന ഉദ്യോഗസ്ഥൻ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചായിരുന്നില്ലേ നമ്മളുടെ കൂത്തുപറമ്പിലെ?
ഉപയോഗിച്ചായിരുന്നു. കൂത്തറമ്പിലെ ഉപയോഗിച്ചിരുന്നു. ഒരുപാട് ആൾ ഉപയോഗിച്ചല്ലോ. അതായത് ഞാനൊരു 150 പേർക്കയിൽ ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് ആദ്യം നമ്മൾ അങ്ങോട്ട് നിർബന്ധിച്ച് ഇപ്പൊ ഒരുപാട് ആൾ ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ചോദിച്ചു അല്ല, കൊടുക്കുന്നുണ്ട്. അതാണ് സാർ ഞാൻ ആ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇരിട്ടി ഓടാക്കലിലെ സണ്ണി സാറിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് നമ്മൾ ബന്ധപ്പെട്ടത്. കൃഷി തുടങ്ങാനായി, നിങ്ങൾക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് നമ്മൾ വിളിക്കുന്നത്. കഴിഞ്ഞ വർഷം ഉപയോഗിച്ചത്. ഇന്ന് ഞാൻ പോയി കൊണ്ട് കൊടുത്തു. ഇനി പാടശേഖര കമ്മിറ്റി വിളിക്കുന്നുണ്ട്. കഴിഞ്ഞ പോലെ നമ്മൾ അവിടെ പോയി ചെയ്തല്ലോ, രണ്ട് ദിക്കിൽ സാമ്പിൾ ചെയ്തു. എന്റെ അരിയൻ തന്നെയാണ്, നമുക്ക് അറിയാമല്ലോ, ASP ആയിരിക്കുന്ന പുള്ളിയുടെ അടുത്ത് തന്നെ ചെയ്തല്ലോ, കണ്ടല്ലേ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന അവിടെ നല്ല വിജയം കണ്ടുകൊണ്ട് ഇന്ന് പുള്ളി അദ്ദേഹത്തിന്റെ അടുത്ത് പോയി അതിന്റെ പാടശേഖരത്തിന്റെ പ്രസിഡന്റിനെ കണ്ടു. ഞങ്ങൾ അത് അടുത്ത ആഴ്ച മീറ്റിംഗ് വിളിച്ചു കൂട്ടി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. തീർച്ചയായും. അപ്പൊ അത് തന്നെയാണ് അവർ ഇങ്ങോട്ടാണ് ബന്ധപ്പെടുന്നത്. ഇപ്പൊ ഇങ്ങോട്ടാണ് ആൾക്കാർ ബന്ധപ്പെടുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ജോസ് സാറിനെ പോലെ സമൂഹത്തില് ക്ലബ്ബുകളിലും അതുപോലെ തന്നെ മറ്റു രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ അനിയനാണെങ്കിൽ കണ്ണൂർ ജില്ലയുടെ ASP ആണ്. അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ പോലും നമ്മുടെ ഉൽപ്പന്നമാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അതെ അവിടെ ഒഴിച്ചു, തെങ്ങ്, റബ്ബർ തോട്ടം എല്ലാം ഒഴിച്ചു. അത് മാത്രമല്ല, ഇന്ന് അദ്ദേഹത്തിന്റെ ചേട്ടന്റെ തോട്ടത്തിൽ ഇന്ന് റബ്ബറിനൊക്കെ നമ്മൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ശേഷം പ്രൊഫസറാണ് അദ്ദേഹത്തിന്റെ ചേട്ടൻ. അദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്ക് ഏകദേശം 20 സെറ്റോളം പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ചു. 1000 റബ്ബറിൽ നിന്ന് ഒഴിക്കുമായിരുന്നു. ഓരോ ലിറ്റർ ഒരു കൊല്ലം കഴിഞ്ഞാ, 1.25 കൊല്ലം കഴിഞ്ഞ തവണ ഉപയോഗിച്ച് ശേഷമല്ലേ സാർ അദ്ദേഹം വിളിച്ചത്, നമ്മുടെ പ്രൊഫസർ. അതെ കൂടെ നിൽക്കുന്നത് പ്രിയമുള്ള ജാതിക്കൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇത്തോടെ ഒഴിച്ചു 25 ലിറ്റർ മേടിച്ച് ജാതിക്കും എല്ലാം ഒഴിച്ചിട്ടുണ്ട്. ജാതി, തെങ്ങ്, പഴവർഗ്ഗങ്ങള്, കുരുമുളക് എല്ലാം ഒഴിച്ചിട്ടുണ്ട്. കൊക്കോ, എല്ലാ വിളകൾക്കും നമുക്ക് കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, എന്തായാലും 9:40 സാബു സാർ നമസ്കാരം. സാബു സാർ ഉണ്ട് നമ്മളെ കർണാടക ഇത്. ഞാൻ ഇന്നലെ അവിടുന്ന് ഗുൽബർഗയിൽ നിന്ന് ഇന്ന് വൈകുന്നേരമാണ് ഞാൻ ഇവിടെ നാട്ടിലെത്തിയത്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ആണ് നമ്മളെ ട്രെയിനിങ്ങിലൂടെ കണ്ടത്. അദ്ദേഹം ആ ഒരു മേഖലയിൽ, ഗുൽബർഗ മേഖലയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് അവിടെ ഒരു 5-10 കർഷകർക്ക് നമുക്ക് ഉൽപ്പന്നങ്ങൾ കൊടുക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഓക്കെ സാർ, താങ്ക് യു. PK ജോസ് സാർ നമസ്കാരം. സാബു ആണ്. നമസ്കാരം. ഓക്കെ, നമസ്കാരം സാർ. പ്രിയ മാഡം ഉണ്ട്. പ്രിയ മാഡമൊക്കെ നമ്മുടെ പ്രൊഡക്റ്റ് വളരെ മനോഹരമായിട്ട് ഉപയോഗിച്ച് മറ്റുള്ളവരിലേക്ക് സജസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. ഓക്കെ, എനിവേ നമുക്ക് എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു വൺസ് അഗെയിൻ. വീണ്ടും നമുക്ക് ഞായറാഴ്ച അടുത്ത ഒരു മീറ്റിംഗും അടുത്ത പുതിയൊരു വ്യക്തിയുടെ അനുഭവമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ശുഭരാത്രി, സുഖനിദ്ര. ജയ് ഹിന്ദ്, ജയ് നെറ്റ്സർഫ്. താങ്ക് യു. താങ്ക് യു ഫോർ ഓൾ.